ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. വീണ്ടും ഒരു വെബിനാറിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഏവരെയും കർത്തൃന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെബിനാറുകൾ തിരുവചനത്തിന്റെ പ്രവചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും സമകാലിക സംഭവങ്ങളെ ബന്ധപ്പെടുത്തിയുമായിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ അതീവ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണമെന്ന് ഞങ്ങൾ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊള്ളുന്നു. ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രവചനങ്ങൾ നിറവേറുന്നു നമ്മുടെ കൺമുൻപിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് കടക്കാം. പ്രാർത്ഥനയിൽ നമ്മെ ജിജി ചെറിയ നയിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ സ്ഥലത്തിലേക്ക് വരുവാനും കർത്താവ് ഈ രീതിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും കർത്താവ് സഹായിച്ചുവല്ലോ. പ്രത്യേകിച്ച് അന്ത്യകാലത്തെ സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന ഈ പ്രവചനങ്ങളുടെ നിവൃത്തിയാകൽ കർത്താവ് ഞങ്ങളെ അങ്ങയോട് കൂടുതലായിട്ട് അടുപ്പിക്കുവാനും വിശ്വാസത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഓരോ ദിവസവും അങ്ങയുടെ വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണം. അങ്ങയുടെ വരവെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസ എന്നുള്ള വിളി കേൾക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാണമേ. നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പ്രശ്നങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ നിരീശ്വരവാദികൾ പോലും ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു തിരുവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം തിരുവചനത്തിലെ പ്രവചനങ്ങൾ ഇപ്പോൾ നടക്കുന്ന അനേകം സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ചിന്തിച്ചേക്കാം, ഇത് അന്ത്യകാലമാണ്. എന്നാൽ എന്താണ് അന്ത്യകാലം? ഈ അന്ത്യകാലം ആരംഭിച്ചത് എപ്പോൾ മുതലാണ്? തിരുവചനത്തിൽ അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അന്ത്യകാലമാണെങ്കിൽ അതിനുള്ള തെളിവുകൾ എന്താണ്? തിരുവചനത്തിൽ അന്ത്യകാലത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? എപ്പോൾ മുതലാണ് അന്ത്യകാലം തുടക്കം വയ്ക്കുന്നതെന്ന് നമുക്ക് അല്പമായിട്ട് ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകാം. ആദ്യമായിട്ട് അന്ത്യകാലം എവിടെയാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അന്ത്യകാലത്തിന്റെ ആരംഭം എന്നാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഏത് കാര്യവും ചിന്തിക്കുമ്പോൾ അത് വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ കാര്യങ്ങളെ ഉറപ്പിക്കേണ്ടത്. നമുക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ അനേക വർഷങ്ങളായിട്ട് അന്ത്യകാലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. കർത്താവിന്റെ വരവിനെ കുറിച്ച്, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതായിട്ട് നിങ്ങൾ പല വിധമായിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം, അതായത് ഇന്നിപ്പോൾ 2021 ഈ മാസം, അല്ലെങ്കിൽ ഒക്ടോബർ മാസം 31-ാം തീയതി, ഈ ഒരു തീയതിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? അതുപോലെ ഈ ഒരു വർഷത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതുപോലെ ഇനി വരുന്ന വർഷങ്ങളിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇതെല്ലാം തിരുവചനത്തില് വ്യക്തമായിട്ട് നമുക്ക് ഒരു വചനം പഠിക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് നോക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്ത്യകാലം എന്ന പരാമർശം നമുക്ക് ആദ്യമായിട്ട് വചനത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. അത് ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ 5 തവണ പരാമർശിച്ചിട്ടുണ്ട്. അവ ദാനിയേൽ 8:17, അതുപോലെ തന്നെ 11:35, 11:40, 12-ാം അധ്യായം 4, 12-ാം അധ്യായം 9 എന്നീ വാക്യങ്ങളിലാണ്. അപ്പൊ ആദ്യമായിട്ട് ദാനിയേലിന്റെ 11-ാം അധ്യായം 33 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും, എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. വീഴുമ്പോൾ അവർ അല്പസഹായത്താൽ രക്ഷ പ്രാപിക്കും. പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. അപ്പോൾ ഈ 3 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അന്ത്യകാലത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ അവിടെ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? റിജി ബ്രദർ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് വിശദീകരിക്കാമോ?
അപ്പോൾ ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് 11-ാം അധ്യായം 33 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിച്ചു കേട്ടു. അതിൽ പറയുന്നത് അന്ത്യകാലമാകുന്നതിന്റെ വരത്തേക്കും ദൈവജനങ്ങൾ വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ പറയുന്നത്, ആ വാക്യം പറയുന്നത്, കുറെ ആളുകൾ എന്ത് ചെയ്യും, പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണു പോകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വീണുപോയ ആളുകൾ അല്പസഹായത്താൽ രക്ഷ പ്രാപിക്കുമെന്നും, അതുപോലെ തന്നെ എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുചീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാർ ചിലർ വീഴുമെന്നും ആ വാക്യം പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അന്ത്യകാലം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രവചനം പഠിക്കുമ്പോൾ ഈ ചെറിയ കൊമ്പിന്റെ കാലഘട്ടം, അതായത് 1260 വർഷം കാലഘട്ടത്തെ പറ്റി അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ദൈവജനം കടന്നു പോകേണ്ടുന്ന ഒരു വലിയ പ്രയാസ കാലഘട്ടം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം, അതായത് 1260 വർഷം എന്ന് പറയുന്ന കാലഘട്ടം, അത് കഴിയുമ്പോഴേക്കും അന്ത്യകാലം തുടങ്ങും എന്നുള്ളതാണ് ഈ പ്രവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതെന്താണ് സംഭവിച്ചത്? നമ്മൾ നേരത്തെ പ്രവചനം പഠിച്ചപ്പോൾ കണ്ടതാണ്. ഈ ചെറിയ കൊമ്പ്, അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ ചെറിയ കൊമ്പിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് 1260 വർഷമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതെന്നാണ് ആരംഭിച്ചിരിക്കുന്നത്? ഈ ചെറിയ കൊമ്പിന്റെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് മറ്റിടത്തുനിന്നല്ല, അത് ക്രൈസ്തവ സഭയിൽ നിന്ന് തന്നെ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതായ ഒരു ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ എഴുന്നേറ്റ് വരികയും ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ദൈവകൽപ്പനകളോട് മത്സരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രവചനം പറഞ്ഞു വെക്കുന്ന കാര്യം. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിന് വളരെ കഷ്ടതകളുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് AD 538 തൊട്ട് ആരംഭിച്ച പാപ്പാത്ത റോമിന്റെ കാലഘട്ടമാണ് എന്ന് കാണാൻ സാധിക്കും. അത് അവസാനിക്കുന്നത് നെപ്പോളിയന്റെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നെപ്പോളിയന്റെ ആർമി 1798 ഈ പാപ്പാത്ത റോമിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പോപ്പിനെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും വരെയുള്ള ആ ഒരു കാലഘട്ടം, അത്രയും ഒരു വലിയ കാലഘട്ടം, 1260 വർഷം എന്ന് പറഞ്ഞ കാലഘട്ടം പാപ്പാത്ത റോമിന്റെ ഭരണകാലഘട്ടമാണ്, കിരാത ഭരണ കാലഘട്ടമാണ്. ആ ഒരു സമയത്താണ് മതവും രാഷ്ട്രീയവും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് യൂറോപ്പിനെ അടക്കി ഭരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യകാലഘട്ടം ആരംഭിക്കുന്നത് എന്നാണ് ദാനിയേൽ പ്രവചനം പറഞ്ഞു വെക്കുന്നത്. അത് നല്ലൊരു ആൻസറാണ്. ശരിക്കും നമ്മൾ 538 AD ആരംഭിച്ച പാപ്പാത്ത റോമിന്റെ ഭരണകാലം, 1798 വരെയുള്ള ആ ഭരണകാലം, ഡാർക്ക് ഏജസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു ഭരണകാലത്തിന് ശേഷമാണ് അന്ത്യകാലം ആരംഭിക്കുന്നത്. അതായത് 1798 ശേഷമാണ് അന്ത്യകാലം ആരംഭിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അന്ത്യകാലത്തെക്കുറിച്ചുള്ള മറ്റൊരു പരാമർശം എഴുതിയിരിക്കുന്നത് ദാനിയേൽ 12-ാം അധ്യായം 4-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലാണ്. നമുക്കത് വായിക്കാം. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അതിനവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയും ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അന്ത്യകാലം വരെ ഈ പുസ്തകത്തെ, അല്ലെങ്കിൽ ദാനിയേലിന്റെ പുസ്തകത്തെ, ആ ദാനിയേലിന്റെ പുസ്തകത്തിന്റെ എല്ലാ അധ്യായങ്ങളുമല്ല, ചില ഭാഗങ്ങൾ ദാനിയേലിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ദാനിയേലിന് മനസ്സിലാകാത്ത ചില ഭാഗങ്ങളുണ്ട്. അത് അന്ത്യകാലത്തേക്ക് മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1798 AD പാപ്പാത്ത റോമിന്റെ വീഴ്ച, അപ്പോൾ ആ സമയത്ത് അനേകം പേർ തിരുവചനം പഠിക്കുവാനായിട്ട് തുടങ്ങി. കാരണം ഇത് എന്തെങ്കിലും തിരുവചനമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ പ്രോഫസിയിൽ എന്തെങ്കിലും ഈ പാപ്പാത്തത്തിന്റെ വീഴ്ചയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ജനം പഠിക്കുവാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇത് അന്ത്യകാലമാണ്. കാരണം ഈ സമയത്ത് ജ്ഞാനം വർദ്ധിക്കുമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ആ സമയത്തിന് ശേഷമാണ് പ്രത്യേകിച്ചും ദാനിയേലും വെളിപ്പാടും ഉള്ള പല കാര്യങ്ങളും മനസ്സിലായത്. പ്രത്യേകിച്ച് 2300 സന്ധ്യയെയും ഉഷസ്സിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായത്, ആ പ്രവചനങ്ങൾ മനസ്സിലായത് 1798 ശേഷമാണ് എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് ജ്ഞാനം വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ആ കാര്യത്തെ മനസ്സിലാക്കാം. എങ്ങനെയാണ് പ്രിൻസ് നമുക്ക് ഈ ജ്ഞാനം വർദ്ധിക്കും എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അവിടെ ജ്ഞാനം വർദ്ധിക്കുമെന്ന് ജിജി ബ്രദർ പറഞ്ഞു. അവിടെ രണ്ട് തലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ ജ്ഞാനം വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണും. പ്രത്യേകിച്ച് ഇൻവെൻഷൻസിന്റെ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ അത് വർദ്ധിച്ചു എന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് 1760 മുതലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മളിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ ജനം കണ്ടുപിടിച്ചു. പ്രത്യേകിച്ച് നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്നീ രണ്ട് രംഗത്തും അനേക കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ടെലിഗ്രാഫ്, സ്റ്റീം എഞ്ചിൻ, അതുപോലുള്ള അനേകം കണ്ടുപിടുത്തങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്കുണ്ട്.
അതോടൊപ്പം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഇത് ആൾക്കാരുടെ യാത്രയ്ക്ക് സുഖമായിട്ട് മാറ്റി. അതുപോലെ തന്നെ വേൾഡ് കുറച്ചുകൂടെ ഒരു കണക്റ്റഡ് ആയി മാറി എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ദ നോളജ് ഷാൽ ഇൻക്രീസ് എന്ന് പറയുന്ന ആ ഭാഗത്തില് ദൈവത്തിന്റെ തിരുവചനത്തെ സംബന്ധിച്ചുള്ള നമ്മൾ നേരത്തെ കണ്ടതുപോലെ അന്ത്യകാലം വരെയും അത് മുദ്രയിട്ട് വെക്കുവാനാണ് പറയുന്നത്. അപ്പൊ അന്ത്യകാലത്തിന് ശേഷം ആ മുദ്ര അഴിക്കപ്പെടണം, ഇല്ലെങ്കിൽ അതിലെ മിസ്റ്ററീസ് സോൾവ് ചെയ്യപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ വചനം പഠിക്കുന്നവർക്ക് ഈ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മള് ദാനിയേൽ പുസ്തകം നമ്മൾ പ്രത്യേകിച്ച് ആ വെബിനാർ എടുത്തപ്പോൾ 2 രീതിയിലുള്ള ദർശനങ്ങളുണ്ട്. ഒന്ന് ചാസോണ്ട് മറയും. അപ്പൊ മറയെന്ന് പറയുന്ന ആ കാൽക്കുലേഷൻസ് ആണ് ശരിക്കും ദാനിയേലിന് മനസ്സിലാകാതെ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ പഠയിതാക്കൾക്ക് ആ കാൽക്കുലേഷനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതാണ് അവരെ ആ സാങ്ച്വറി മെസ്സേജിലേക്കും അതുപോലെ 2300 സന്ധിവിശ്വാസം എന്ന് പറയുന്നത് വലിയ ഒരു പ്രവചനത്തിന്റെ ആ മർമ്മങ്ങളെ അഴിക്കുവാനായിട്ട് അവരെ പ്രാപ്തരാക്കിയത്. അതെ, നമ്മള് പ്രത്യേകിച്ച് അന്ത്യകാലത്ത് നമ്മള് ന്യായവിധിയുടെ സമയത്താണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതെന്നാണ് 1844 ശേഷം, പ്രത്യേകിച്ച് 2300 സന്ധ്യയുടെ വൃക്ഷത്തിന്റെയും ആ പ്രവചനത്തെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ദൈവജനത്തിന് മനസ്സിലായി 1844 ന്യായവിധി സ്വർഗത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മളൊരു വെബിനാർ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാവുന്നതാണ്. കാരണം ഇത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തില് ആ ത്രിവിധ ദൂതുകൾ അതിൽ ന്യായവിധി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഭാഗമുണ്ട്. എന്നാണ് ന്യായവിധി ആരംഭിച്ചിരിക്കുന്നത്? അത് തീർച്ചയായിട്ടും അന്ത്യകാലത്താണ്. അത് 1798 ശേഷമുള്ള സമയത്തായിരിക്കും. അത് 2300 സന്ധ്യവർഷം നമ്മൾ പഠിച്ചപ്പോൾ അത് 1844 അന്ത്യകാലം ആരംഭിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന എന്താണ്? നമ്മൾ ഇന്ന് അന്ത്യകാലത്താണ് ജീവിച്ചിരിക്കുന്നത്. 1798 ശേഷമുള്ള സമയമാണ് അന്ത്യകാലമെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ അന്ത്യകാലം എന്ന പരാമർശം നമ്മൾ ചിന്തിച്ചു. അപ്പൊ അത് ഒരു ഡേറ്റ് നമുക്ക് കിട്ടി, 1798 ശേഷമുള്ള കാലഘട്ടമാണ് മനസ്സിലാക്കി. എന്നാൽ നമുക്ക് അറിയാം, ആദിമസഭ മുതൽ അല്ലെങ്കിൽ അപ്പോസ്തലിക സഭ മുതൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് അവര് സുവിശേഷത്തിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിട്ട് നടക്കും എന്ന് ഈ 2000 വർഷത്തോളം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നും അത് മുടക്കമില്ലാതെ ദൈവത്തിന്റെ ദാസന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചോദ്യം ഇതാണ്, നമ്മൾ അന്ത്യകാലത്താണ് ജീവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ഫോക്കസ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ചാണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഈ അന്ത്യകാലത്തിലെ അന്ത്യനിമിഷങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് വരുത്തുവാനായിട്ട് സാധിക്കും? അത് നമ്മൾ തിരുവചനത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 2000 വർഷമായിട്ട് ക്രൈസ്തവ സഭ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് കർത്താവ് വരാൻ പോകുന്നു, ഭൂമി അവസാനിക്കുവാൻ പോകുന്നു, കാലം തികഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ 2000 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇതുവരെ കർത്താവ് വന്നില്ല എന്നൊരു ചോദ്യം പലപ്പോഴും അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരും അതുമാത്രവുമല്ല സഭയിലുള്ള ആൾക്കാരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു സാഹചര്യം എന്തുണ്ടെന്ന് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് കർത്താവ് ഈ ഭൂമി ഇന്ന് നിലനിൽക്കുന്നത് ദൈവത്തിന്റെ ആ ഒരു വലിയ മഹാകരുണ കൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് തീക്കായിട്ട് ദൈവം സ്വരൂപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഈ ഭൂമിയുടെ ഒരു മനുഷ്യന്റെ പാപം നിമിത്തം ഭൂമിയെ ശരിയായി ചൂഷണം ചെയ്തതിന്റെ ഫലമായിട്ട്, അത് മാത്രമല്ല പാപം അനുദിനം കൂടി വരുന്നതിന്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഈ ഭൂമി സർവനാശത്തിലേക്ക് പോകും. അത് ആർക്കും തടയുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു കാര്യമല്ല. ഭൂമി തീർച്ചയായിട്ടും സർവനാശത്തിലേക്കും പോകും എന്നുള്ളതാണ് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നതായ ഒരു രക്ഷകൻ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അതായത് ഒരു ബോട്ട് മുങ്ങുവാൻ തക്കവണ്ണം പോവുകയാണ്. ഈ ഭൂമി എന്ന് പറയുന്നതിനെ ഒരു വലിയ ഒരു ബോട്ടായിട്ട് നമ്മൾ സങ്കല്പിക്കുക, അത് മുങ്ങുവാൻ പോവുകയാണ്, തീർച്ചയായിട്ടും മുങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുവാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ലൈഫ് ബോട്ടാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് കയറുക എന്നുള്ള ഒരേ ഒരു അവസരം മാത്രമേ മനുഷ്യന്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ക്രൈസ്തവർ തീർച്ചയായിട്ടും പറയുന്നത് മറ്റൊരുത്തനും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവും ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അതിന് കാരണം എന്താണ്? കർത്താവ് മാത്രമേ മനുഷ്യരാശിക്ക് രക്ഷിപ്പാൻ തക്കവണ്ണമുള്ള കാര്യം അല്ലെങ്കിൽ രക്ഷാപദ്ധതി നമുക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ കർത്താവ് വരുവാൻ താമസിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ കളിയാക്കുവാൻ ഉപയോഗിക്കേണ്ട ഒരു പദമല്ല. പകരം ഈ ഭൂമിയോട് ദൈവം കാണിക്കുന്ന ഒരു വലിയ ദയയാണ്, മഹാകരുണയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ തിരുവചനം പഠിക്കും, പ്രത്യേകിച്ച് റോമാലേഖനം ഇങ്ങനെ പറയുന്നുണ്ട്, സൃഷ്ടി ദൈവപുത്രന്മാർ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ 8:22 പറയുന്നുണ്ട്, സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി
ഇരുന്നോടോടിരിക്കുന്നു നാം അറിയുന്നുവല്ലോ. അപ്പൊ ഈ ഒരു ഭൂമിയിൽ നിന്ന്, പാപം നിറഞ്ഞ ഭൂമിയിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാകുവാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ രണ്ടാം വരവിലൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്നുള്ള ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ കർത്താവിന്റെ രണ്ടാം വരവിന് ധാരാളം അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നാം വരവിന്റെ അടയാളങ്ങളുമുണ്ട്, രണ്ടാം വരവിന്റെ അടയാളമുണ്ട്. അപ്പൊ ഒന്നാം വരവിന്റെ അടയാളങ്ങളെ ശരിയായ വണ്ണം ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കാതെ ആയിക്കില്ല എന്നുള്ളത് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ കാണാതെ കൂടെ സാധിക്കും. പ്രത്യേകിച്ച് 70 ആഴ്ചവട്ട പ്രവചനം ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 70 ആഴ്ച പ്രവചനത്തിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ അറിയിച്ചു തരിക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനെ ശരിയായ വണ്ണം പഠിക്കുന്നതിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ഒന്നാം വരവിന് വേണ്ടി ശരിയായ രീതിയിൽ ഒരുങ്ങുവാനോ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ അത് മശിക്കയാണെന്ന് തിരിച്ചറിയുവാനോ അവർക്ക് സാധിച്ചില്ല. അത് വളരെ നിരാശാജനകമാണ് ആയിപ്പോയി എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ കാര്യം എന്താണ്? ഈ പ്രവചനങ്ങളെ ശരിയാവണ്ണം പഠിക്കുന്നതിൽ മനുഷ്യന് വീഴ്ച ഭവിച്ചുകൊണ്ടാണ്. പ്രവചനങ്ങൾ ദൈവം തന്നിരിക്കുന്നത് ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവസഭയെ ദൈവം അറിയിക്കുവാൻ വേണ്ടിയാണ് പ്രവചനങ്ങളെ തന്നിരിക്കുന്നത്. അതിനെ ശരിയാവണ്ണം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ പ്രവചനങ്ങൾ നമുക്ക് ഒരു വെളിച്ചത്തിന് പകരം ഇരുട്ടായിട്ട് തീരും. നമുക്കൊരു വാക്യം നമുക്ക് പരിശോധിക്കാം. അത് ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തില് 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് നമ്മൾ മലയാളത്തിൽ വായിച്ചാൽ അതിന്റെ ശരിയായ രീതിയിലുള്ള അർത്ഥം മനസ്സിലാകത്തില്ല. നമുക്ക് അത് ഇംഗ്ലീഷ് വായിച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. എ ലാൻഡ് ഓഫ് ഡാർക്ക്നെസ് ആസ് ഡാർക്ക്നെസ് ഇറ്റ് സെൽഫ് ആൻഡ് ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് വിതൗട്ട് എനി ഓർഡർ ആൻഡ് വേർ ദ ലൈറ്റ് ഈസ് ആസ് ഡാർക്ക്നെസ്. അവസാന ഭാഗം ശ്രദ്ധിക്കുക, വിതൗട്ട് എനി ഓർഡർ ആൻഡ് വേർ ദ ലൈറ്റ് ഈസ് ആസ് ഡാർക്ക്നെസ്. അതായത് കൃത്യമായ രീതിയിലല്ല വെളിച്ചം വെച്ചിരിക്കുന്നതെങ്കിൽ ആ വെളിച്ചം പോലും നമ്മളെ ഇരുട്ടിലേക്ക് നയിക്കത്തുള്ളൂ എന്നുള്ളതാണ് അത് പറയുന്നത്. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, പ്രവചനം നമുക്ക് തന്നിരിക്കുന്നു. ആ പ്രവചനം എന്ന് പറയുന്നത് നമുക്കുള്ളൊരു വെളിച്ചമാണ്. അത് പക്ഷേ ശരിയായ രീതിയിൽ നമ്മൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇരുട്ടിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവചനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാത്തതിൽ പലപ്പോഴും ആളുകൾ വീഴ്ച സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഇനി ദാനിയേൽ പ്രവചനത്തെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിനെ ഒരു വലിയ ഒരു സ്വപ്നം കാണുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. ആ സ്വപ്നം നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു വലിയ ബിംബമാണ്. ആ ബിംബം പരിശോധിക്കുമ്പോൾ ഭാവിയിൽ വരുവാനിരിക്കുന്ന കിങ്ഡങ്ങളെ അല്ലെങ്കിൽ ഭരണാധികാരികളെ, രാജ്യങ്ങളെ പറ്റി വളരെ വ്യക്തമായിട്ടും അത് പറയുന്നുണ്ട്. ലോകത്തെ അടക്കി ഭരിക്കുവാൻ ശക്തിയുള്ള ചില രാജ്യങ്ങളെ ആ പ്രവചനത്തിലൂടെ ദൈവം വിവരിച്ചു നൽകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് ഇരുമ്പും കളിമണ്ണും ചേർന്നൊരു ഭാഗമാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നമുക്കതൊന്ന് പരിശോധിക്കാം. ജിജിബേർ ചെറുതായിട്ടാവുന്ന വിവരിച്ചാൽ കൊള്ളായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ ഒരു പ്രവചനത്തിന്റെ പല സ്റ്റേജുകളുണ്ട്, ആ ഓരോ സ്റ്റേജും ഓരോരോ രാജ്യങ്ങളാണ് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ അതിനനുസരിച്ച് ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അതുപോലെ തന്നെ ഏറ്റവും ഭാഗമായ ആ കാലിന്റെ ഭാഗം, അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ പോരാമായിരുന്നു. അപ്പൊ നമ്മള് ദാനിയേലിന്റെ 2-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു ടൈം ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ലോകരാജ്യങ്ങൾ, വരാനിരിക്കുന്ന ലോക സാമ്രാജ്യങ്ങളുടെ ഒരു ടൈം ലൈൻ. അത് നെബൂഖദ്നേസർ രാജാവിന് കൊടുത്ത ഒരു ദർശനത്തിൽ കൂടിയാണ് ആ ടൈം ലൈൻ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്കൽ പാർട്ട് മാത്രം, അല്ലെങ്കിൽ രാഷ്ട്രപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ 2-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ 7-ാം അധ്യായം 8-ാം അധ്യായം പഠിക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ 2-ാം അധ്യായത്തിൽ മാത്രം നോക്കിയാൽ നമുക്കറിയാം, അവിടെ ബാബിലോണിലാണ് സ്റ്റാർട്ട് ചെയ്ത ഹെഡ് ഓഫ് ഗോൾഡ്, അല്ലെങ്കിൽ ആ ബിംബം, നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ ആ ബിംബം, അതിന്റെ തല എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. പിന്നെ അത് ബാബിലോൺ ആണെന്ന് നമ്മൾ കണ്ടു. പിന്നീട് അതിനുശേഷം വരുന്നത് രാജ്യം മെഡോ പേർഷ്യയാണ്. അത് നെഞ്ച് സിൽവർ അല്ലെങ്കിൽ വെള്ളി കൊണ്ടാണ് നെഞ്ചും കൈയും. പിന്നെ അതുപോലെ തന്നെ അരഭാഗം വരുന്നത് താമ്രം കൊണ്ടാണ്. അതിനുശേഷം വന്ന സാമ്രാജ്യമായ ഗ്രീസ് ആണ്. അതിനുശേഷം 2 കാലുകൾ അത് ഇരുമ്പ് കൊണ്ടാണ്. അത് അയൺ മൊണാർക്കി ഓഫ് റോം അല്ലെങ്കിൽ പേഗൻ റോം അല്ലെങ്കിൽ പുരാതന റോമാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ റോമിന് ശേഷം വീണ്ടും ഒരു സാമ്രാജ്യം വന്നതായിട്ട്, അല്ലെങ്കിൽ റോമിനെ ആരും വന്ന് പിടിച്ചടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്താണ് റോമിന് സംഭവിക്കുന്നത്? ആ പുരാതന റോം അതിന്റെ ഇന്റേണൽ ഫ്രാക്ഷൻസ്, അതിന്റെ ഉള്ളിൽ തന്നെ അത് വിഭജിച്ച് അത് പ്രത്യേകിച്ചും 10 രാജ്യങ്ങളായിട്ട്, യൂറോപ്പിലെ 10 രാജ്യങ്ങളായിട്ട്, വെസ്റ്റേൺ യൂറോപ്പിലെ 10 രാജ്യങ്ങളായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ നമ്മുടെ വെബിനാറുകളിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവിടെ ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനുശേഷം 10 ഭാഗം അല്ലെങ്കിൽ രാജ്യങ്ങളായിട്ട് വിഭജിച്ചത് എവിടെയാണ്? പാദത്തിന്റെ ഭാഗത്താണ്. അവിടെ ഇരുമ്പും കളിമണ്ണും എന്നുള്ള 2 മെറ്റീരിയൽസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇരുമ്പും കളിമണ്ണും നമുക്കറിയാം ഒരിക്കലും ചേരുന്നതല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരത്തില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പലരും ഈ യൂറോപ്പിനെ തന്നെ യോജിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു.
ഹിറ്റ്ലർ ശ്രമിച്ചു, അതുപോലെ തന്നെ നെപ്പോളിയൻസ് അതിന് മുമ്പായിട്ട് ശ്രമിച്ചു. അതിനുശേഷം നമ്മുടെ ഈ സമയത്ത് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന യൂറോ എന്നുള്ള ഒരു കറൻസി കൊണ്ടുവന്ന യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് യോജിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവിടെ എല്ലാം അത് ദൈവവചനം പറയുന്നത് അത് ഇവർ തമ്മിൽ ചേരത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണുന്നുണ്ട്. നമുക്കറിയാം ബ്രെക്സിറ്റ്, ബ്രിട്ടൻ, ഇംഗ്ലണ്ട് അതിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് യൂണിയനിൽ നിന്ന് വിട്ടുപോയി. ഇപ്പോൾ തന്നെ അവിടെ പല രാജ്യങ്ങൾ വിട്ടുപോകാനായിട്ട്, പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ വിട്ടുപോകാനായിട്ട് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവവചനം പറയുന്ന പോലെ തന്നെ വളരെ വ്യക്തമായിട്ടും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരത്തില്ല. അപ്പോൾ ആ രാജ്യങ്ങൾ തമ്മിൽ ചേരത്തില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഡിവൈഡഡ് റോമിന്റെ സമയത്താണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇത് അന്ത്യകാലത്തിന്റെ അന്ത്യത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു പ്രവചനം, നെബൂഖദ്നേസർ കണ്ട ആ പ്രവചനം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ട പ്രവചനം ഇന്നും നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ആ ഒരു പ്രവചനം അനുസരിച്ച്, ആ ഒരു ടൈം ലൈൻ അനുസരിച്ച് നമ്മൾ ഏറ്റവും അവസാന ഭാഗത്താണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ടീച്ചിങ് നമ്മൾ പരിശോധിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ത്യകാലത്തിന്റെ ധാരാളം ലക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും കർത്താവ് പറയുന്ന പ്രകൃതിയിൽ നിന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊന്നും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ പ്രവചനം പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, ഈ സംഭവങ്ങളൊക്കെയും അവൻ ഒരു വേമാർക്കാണ്, ഒരു വഴികാട്ടിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ച പോലെ സൃഷ്ടിയൊക്കെയും വിടുതലിനായിട്ട് ഞരക്കത്തോടു കൂടി ആയിരിക്കുന്നു. ആ ഒരു വിടുതലിനെ, ആ ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ സംഭവങ്ങൾ അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച്, വരുന്നതനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതരം ഒരു പ്രയോഗം അവിടെയുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. അപ്പൊ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെ കർത്താവ് മുൻകൂട്ടി പറയുകയാണ്. ആദ്യം ജാതി ജാതിയോടൊപ്പം പൊളിറ്റിക്കൽ ആയിട്ടുള്ള അൺട്രസ്റ്റ്, സിവിൽ വാറുകൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, ഒരു രാജ്യത്തിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയും ഉണ്ടാകും. അതുപോലെ രാജ്യം രാജ്യത്തോടൊപ്പം യുദ്ധങ്ങളും ക്ഷാമവും ഉണ്ടാകും. അപ്പോൾ അതെന്താണ്? ഭൂകമ്പം, ക്ഷാമം, ഇതൊക്കെ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളാണ്. ഇതൊക്കെയും ഉണ്ടാകും. ഇതൊക്കെയും കാണുമ്പോൾ വരവടുത്തിരിക്കുന്നു. അപ്പൊ അതിനടുത്ത വാക്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും ഈറ്റ് നോവിന്റെ ആനുഭവത്തിൽ. അപ്പൊ ഫ്രണ്ട്സ്, എന്താണ് ഈ ഈറ്റ് നോവ് കൊണ്ട് എന്ന പദം കൊണ്ട് ശരിയായ രീതിയിൽ ബൈബിൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്ന പദം, അല്ലെങ്കിൽ ഇതെല്ലാം ഈറ്റ് നോവിന്റെ ആരംഭമാണ്. നമുക്കറിയാം, ഒരു സ്ത്രീ പ്രസവിക്കുന്നതിന് മുമ്പ് അവൾക്കൊരു പ്രസവ വേദന വരണം. അപ്പൊ ഈ പ്രസവ വേദനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ചെറുതായിട്ട് ആരംഭിച്ച് അതിന്റെ ആധിക്യം കൂടി വരും. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ സ്ത്രീ പ്രസവിക്കുന്നതാണ് അതിന്റെ ക്ലൈമാക്സ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലക്ഷണങ്ങളെല്ലാം നമ്മൾ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 24 പരിശോധിക്കുകയാണെങ്കിൽ അനേക ലക്ഷണങ്ങൾ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങളെല്ലാം ആ കാലഘട്ടം മുതലേ നിലനിൽക്കുന്നു എന്നതാണ് സത്യം. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അതിന്റെ ആധിക്യം അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കറണ്ട് ഈവൻസ് നമ്മൾ അടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ആ സ്റ്റാറ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു തീഷ്ണത നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ആ ഒരു ഈറ്റ് നോവ് എന്ന പദം എന്ന് പറയുന്നത് ഗർഭിണിക്ക് വേദന വരുന്ന പോലെ നമ്മൾ നേരത്തെ കണ്ടു. അത് റോമാലേഖനത്തിലും 8:19 22 നമ്മൾ അതേ വാക്യം കണ്ടു. ഈറ്റ് നോവ്, സൃഷ്ടിയൊക്കെയും ഈറ്റ് നോവോട് കൂടി ഇരിക്കുന്നു. അതുപോലെ തന്നെ മർക്കോസിന് സുവിശേഷം 13:8 വായിക്കുമ്പോഴും അവിടെയും ഈറ്റ് നോവിന്റെ കാര്യം പറയുന്നുണ്ട്. ഇവർ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെയും ഈറ്റ് നോവിന്റെ കാര്യം പറയുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതായത് മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെയും കൂടി വരും എന്നുള്ളതാണ്. അപ്പം ഇതൊരിക്കലും നമ്മൾ പൊളിറ്റിക്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ പറയും ഇതിനൊക്കെ പരിഹാരമുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുമ്പോൾ അതിനെല്ലാം പരിഹാരമുണ്ട്. ലോകം പറയുന്നതിനെല്ലാം പരിഹാരമുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നത് ഇതൊക്കെയും കൂടി വന്നുകൊണ്ടിരിക്കും, അങ്ങനെ ഭൂമി സർവനാശത്തിലേക്ക് പോകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതാനും ചില ബൈബിൾ പറയുന്നുണ്ട്, ചില അതായത് എർത്ത്ക്വേക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ പലതരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകും. നമ്മൾ എർത്ത്ക്വേക്കിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി വളരെയധികം കൂടി വരുന്നതായിരുന്നു. നിങ്ങൾ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ ആ ഇന്റൻസിറ്റി ഓരോ വർഷം ചെല്ലുന്തോറും കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസിയും കൂടി വരുന്നു. അത് പണ്ട് ഏതാനും വർഷങ്ങൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ ഒരു ദിവസം തന്നെ പലതരത്തിലുള്ള എർത്ത്ക്വേക്ക് നമ്മൾ അതിന്റെ വെബ്സൈറ്റ് ഉണ്ട്, പരിശോധിച്ച് ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡുണ്ട്. എവിടെയൊക്കെയാണ് അത് ഓരോരോ മിനിറ്റിലും ഭൂമിയുടെ പല ഭാഗങ്ങളിലും എർത്ത്ക്വേക്ക് നടക്കുന്നതായിട്ട് അത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ ഫ്ലഡ് നമ്മൾ പരിശോധിക്കുക, വെള്ളപ്പൊക്കം. ഇന്ന് കാണുന്ന ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ വാർത്തകൾ പരിശോധിക്കുക, എല്ലായിടത്തും വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു വലിയ ഭീകര പ്രശ്നമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. നേരത്തെ ഇല്ലാതിരുന്നല്ല, നേരത്തെ എത്രയും ഉണ്ടെങ്കിൽ തന്നെയും
അതിന്റെ ഒരു സീസണൽ മാത്രമായിരുന്നു, ഓരോരോ സീസണിൽ മാത്രമേ സംഭവിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ സീസൺ എന്ന വ്യത്യാസമില്ലാതെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അത് സമ്പന്ന രാജ്യമായാലും ശരി, ദരിദ്ര രാജ്യമായാലും ശരി, അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള രാജ്യമായാലും ശരി, ഈ ഫ്ലഡ് എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഇന്ന് മനുഷ്യന് മുമ്പാകെ നിൽക്കുന്നു. നമ്മൾ ആ കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയിലെ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തുമാത്രം ഫ്ലഡ് ആണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുമാത്രം ഡെവാസ്റ്റേഷൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതൊക്കെ ഈ കാണുമ്പോൾ ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. ഇതൊന്നും യാദൃശ്ചികമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഫാമിൻസ്, ക്ഷാമം എന്ന് പറയുന്നത് ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ഒരു നിശബ്ദമായിട്ടുള്ള ഒരു വലിയ കില്ലറാണെന്ന് കാണാൻ സാധിക്കും. ഭക്ഷണമില്ലാതെ അനേകം ആളുകൾ കോവിഡ് വന്ന് മരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പാൻഡമിക് വന്ന് മരിക്കുന്നതിനേക്കാൾ, വെള്ളപ്പൊക്കം വന്ന് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു. അതായത് നമ്മൾക്കറിയാം, നേരത്തെ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ കാര്യം പറഞ്ഞു, വ്യവസായ വിപ്ലവം, അതിലൂടെ ഭൂമിക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ വന്ന മറ്റൊരു വിപ്ലവമാണ് ഹരിത വിപ്ലവം, ഫുഡ് റെവല്യൂഷൻ, അഗ്രികൾച്ചർ റെവല്യൂഷൻ. ഫാമിംഗിലും അഗ്രികൾച്ചറിലും ഒക്കെ വളരെ ടെക്നോളജി വരുന്ന ഫലമായിട്ട് ധാരാളം ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായി. അപ്പൊ അന്നേരം സയന്റിസ്റ്റുകളും ഗവൺമെന്റും ഒക്കെയും പറഞ്ഞു, ഇനി ഭൂമിയിൽ യാതൊരു കാരണവശാലും ക്ഷാമം ഉണ്ടാകത്തില്ല. കാരണം എന്താണ്, ഈ ഭൂമിയിലെ എല്ലാ പോപ്പുലേഷനെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ടെക്നോളജി നമുക്കുണ്ട്, ഇനി പട്ടിണി കിടന്ന് ആരും മരിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഇൻഡെക്സ്, കഴിഞ്ഞ മാസം വന്ന ആ ഒരു വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തൊട്ടടുത്ത രാജ്യം പാകിസ്ഥാനെ കഴിഞ്ഞും നേപ്പാളിനെ കഴിഞ്ഞും ബംഗ്ലാദേശിനെ കഴിഞ്ഞും പുറകിലേക്ക് പോയിരിക്കുന്നു പട്ടിണിയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇന്ത്യക്ക് ഒരിക്കലും സമ്പത്ത് ഇല്ലാത്തൊരു രാജ്യമല്ല, വളരെ സമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പോലും പട്ടിണിയുണ്ട്. ഇനി അമേരിക്കയിലോട്ട് വന്നാലും അതുപോലെ തന്നെ UK വന്നാലും പട്ടിണിയായിട്ട് വഴി കിടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കും. അതൊരു നഗ്നമായ സത്യമാണ്. അപ്പം ഈ ഫാമിൻ ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും എന്നുള്ളതും തിരുവചനത്തെ നിവൃത്തിയാണ് എന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു വാക്കുകൾ വായിക്കാം. അതുപോലെ തന്നെ യുദ്ധസ്ഥിതികൾ, അതിനെപ്പറ്റി അധികം പറയേണ്ട കാര്യമില്ല. ഇന്ന് എല്ലാ മനുഷ്യനും യുദ്ധങ്ങളുടെ ഒരു ഭീതിയിലാണ് കഴിയുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോ 1 തെസ്സലോനിക്കർ 5:3 വായിച്ച് ഞാൻ ഈ പോർഷൻ അവസാനിപ്പിക്കുകയാണ്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു പോയിക്കും, അവർക്ക് തെറ്റിവീഴാവുന്നതുമല്ല. ഇതാണ് ബൈബിൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അതൊരിക്കലും മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമില്ല, ഇതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ, നമ്മൾ നേരത്തെ കണ്ട ഈറ്റുനോവ്, അതേ കാര്യമാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അതുപോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു പോയിക്കും. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, ദൈവത്തെ ഒഴിവാക്കി, സർവ്വസ്രഷ്ടാവായ ദൈവത്തെ ഒഴിവാക്കി മനുഷ്യൻ അതിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ കണ്ടെത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ അവന് നാശം വന്നു ഭവിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പ്രവചനങ്ങൾ മുൻകൂട്ടി ദൈവം കർത്താവ് യേശുക്രിസ്തുവിന്റെ വായിലൂടെയും അനേകം പ്രവാചകന്മാരിലൂടെയും വ്യക്തതയോടുകൂടി നമുക്ക് തന്നിരിക്കുന്നത് നമ്മളത് സൂക്ഷ്മമായിട്ട് പഠിക്കുവാനും കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ നിർമ്മലീകരിക്കുവാനും വേണ്ടിയാണെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അനേകം വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. ഓരോരുത്തരും പ്രവചനങ്ങളെ പഠിക്കുന്നത് വിവിധ രീതിയിലാണ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വ്യാഖ്യാനമുണ്ട്. ഇത് ഏതാണ് ശരിയെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വികലമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നമ്മളെ ദിശ മാറ്റിക്കൊണ്ടുപോകുന്ന സത്യമാണ്. ഒരുപക്ഷെ നമ്മൾക്ക് അറിയാം, നമ്മൾ മുമ്പത്തെ വെബിനാറിൽ കണ്ടതാണ്, പ്രവചനത്തെ വ്യാഖ്യാനിക്കുന്നതിൽ അറ്റ്ലീസ്റ്റ് 3 ഡിഫറെന്റ് സ്കൂൾസ് ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചു. അതിൽ ഫ്യൂച്ചറിസം വരുന്നുണ്ട്, പ്രെറ്ററിസം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോറിസിസം വരുന്നുണ്ട്. അപ്പൊ ഏത് വ്യാഖ്യാനത്തോടൊപ്പം നമ്മൾ നിന്നാലാണ് ശരിയായിട്ടുള്ള ദിശയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്നും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ആരംഭിച്ചതെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ നമ്മൾ ഡിഫറെന്റ് വ്യാഖ്യാനങ്ങൾ കൊണ്ട് അങ്ങനെ പഠിക്കുന്നതിലൂടെ നമ്മൾ ദിശ മാറിപ്പോകുന്നതെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. നമ്മൾ ആരംഭത്തിൽ ചിന്തിച്ചു, കർത്താവിന്റെ ഒന്നാം വരവെങ്കിൽ ഇസ്രായേൽ ജനത്തിന് വളരെ വ്യക്തമായിട്ടുള്ള പ്രോഫസികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാം വരവിനെ കുറിച്ച് പഴയ നിയമത്തില് യശയ്യാവിലും അതുപോലെ തന്നെ ദാനിയേലിലും അതുപോലെ പഴയ നിയമ പല പുസ്തകങ്ങളിലും കർത്താവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് അനേവധിയായിട്ടുള്ള പ്രോഫസികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഇവർ ഒന്നാം വരവ് അവര് രണ്ടാം വരവിനെ ഒന്നാം വരവായിട്ട് കണ്ടു, അല്ലെ? കർത്താവ് ഒന്നാം വരവെങ്കിൽ കർത്താവ് ഒരു ലാമ്പായിട്ടായിരുന്നു വരുന്നത്, അല്ലെങ്കിൽ ഒരു വളരെ സൈലന്റ് ആയിട്ട് നിശബ്ദമായിട്ട് ഒരു കുട്ടിയായിട്ട് വന്ന് ബെത്ലഹേമിൽ ജനിക്കുമെന്നുള്ള ആ ഒരു പ്രവചനം അവർക്ക് മനസ്സിലാവാതെ അവർ രണ്ടാം വരവിനെ അവർ ഒന്നാം വരവായിട്ട് കണ്ടു. അപ്പോൾ അവർ കർത്താവ് വരുന്ന ഒരു ഹീസ് ഗോയിങ് ടു കം ആസ് എ ലയൺ, അല്ലെങ്കിൽ യഹൂദ സിംഹമായിട്ട് വരുന്ന ആ രണ്ടാം വരവ് അവരെ ഒന്നാം വരവായിട്ട് കണ്ടതുകൊണ്ട് അവർക്ക് തെറ്റിപ്പോയി. അപ്പോൾ ഇന്ന് പലരും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഈ രണ്ടാം വരവെങ്കിൽ
വളരെ സൈലന്റ് ആയിട്ട് കർത്താവ് വരുമെന്നാണ് ചിന്തിക്കുന്നത്. രണ്ടാം വരവെങ്കിൽ ലോകം മുഴുവനും കർത്താവിനെ കാണും അല്ലെ, അവന്റെ നിശബ്ദമായിട്ടല്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി ഒരു ഗ്രേറ്റ് ഇവന്റ് അല്ലെ. ആ ഒരു ഇവന്റിനെ ഇന്ന് പലരും പഠിപ്പിക്കുന്നത് എന്താണ്? കർത്താവ് വളരെ നിശബ്ദമായിട്ട് വന്ന് കൊണ്ടുപോകുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ പ്രവചനങ്ങൾ ഇന്ന് പലർക്കും മനസ്സിലാകാനായിട്ട് സാധിക്കാതെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാം, കർത്താവിന്റെ ഒന്നാം വരവെങ്കിൽ കർത്താവ് വന്നു, കാലം തികഞ്ഞപ്പോൾ കർത്താവും അതുപോലെ തന്നെ കർത്താവിന് മുമ്പായിട്ട് ഫോർറണ്ണറായിട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റും അവരെല്ലാം ആ സമയം പ്രവചന പ്രകാരം അവർ വന്നു, അവർ ശുശ്രൂഷകൾ നിർവഹിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ശിഷ്യന്മാർക്ക് പലർക്കും കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കും അല്ലെ. പിന്നീട് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായത് ആ പെന്തക്കോസ്താ നാളിന് ശേഷമാണ്. അപ്പോൾ അതിനുശേഷം പല സ്ഥലത്തേക്കും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും തിരുവചനം അല്ലെങ്കിൽ ദൈവ വചനവുമായിട്ട് ശിഷ്യന്മാർ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് സെഞ്ചുറിയിൽ AD 31 തൊട്ട് 100 AD വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം അതൊരു പ്യൂർ ചർച്ചായിരുന്നു അല്ലെ, പ്യൂർ അപ്പോസ്റ്റോലിക് ചർച്ചായിരുന്നു, സഭയായിരുന്നു. അവിടെ കലർപ്പില്ലായിരുന്നു. പീഡനം അനവധിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ പീഡനം വർദ്ധിക്കുന്നതനുസരിച്ച് സഭയിൽ ആൾക്കാർ കൂടി വന്നു. ആ പീഡനത്തെ പേടിക്കാതെ അവർ സത്യത്തെ സ്നേഹിച്ചുകൊണ്ട് രക്തസാക്ഷികളാകാനായിട്ട് തയ്യാറായി നിന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പക്ഷേ പിശാച് എന്ത് ചെയ്തു? പിശാചിന് മനസ്സിലായി, അതായത് പീഡിപ്പിച്ച് എനിക്ക് സഭയെ നിശബ്ദമാക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് ഉള്ളിലേക്ക് കയറി ഉള്ളിൽ തന്നെ തെറ്റായിട്ടുള്ള പഠിപ്പീരുകൾ കൊണ്ടുവന്ന് പലവിധമായിട്ടുള്ള കൺഫ്യൂഷൻസ് അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പ്രത്യേകിച്ചും AD 300കളിലേക്ക് വരുമ്പോഴത്തേക്കും കോൺസ്റ്റന്റീൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും റോമിലെ ഒഫീഷ്യൽ മതമായിട്ട് ക്രിസ്തുമതത്തെ മാറ്റുകയും ചെയ്യുന്നതോടുകൂടി ആ പേഗൻ കൾച്ചർ അല്ലെങ്കിൽ ആ പുരാതന റോമിലെ അല്ലെങ്കിൽ പേഗൻ റോമിലെ കൾച്ചറുകളെല്ലാം സഭയുടെ ഉള്ളിലേക്ക് കയറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അന്ന് മുതൽ നമുക്കറിയാം പതിയെ സഭയുടെ ഒരു ഡിക്ലിനേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ചർച്ചിന്റെ അല്ലെങ്കിൽ ആ പ്യൂർ ആയിട്ടുള്ള ചർച്ച് അവിടെ വളരെ ചുരുക്കമായിട്ട് നമുക്കറിയാം. പ്യൂറായിട്ടുള്ള ദൈവത്തിന്റെ ആ റെമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള സഭ എന്നും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് മരുഭൂമിയിലേക്ക് ആ പ്യൂർ ആയിട്ടുള്ള സഭ ഓടിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 1260 വർഷം മരുഭൂമിയിലായിരുന്നു ആ ഒരു സഭ എന്ന് പറയുന്നത്, അതായത് പ്യൂർ ആയിട്ടുള്ള സഭ. പക്ഷെ 1260 വർഷം വചനം വായിക്കുവാനായിട്ട് മനുഷ്യന് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അന്ന് പാപ്പാത്ത റോമിന്റെ ഒരു ഭരണകാലമായിരുന്നു, പീഡനകാലമായിരുന്നു. പക്ഷെ ഈ സമയത്തോട് അവസാനം പ്രത്യേകിച്ചും ഈ നമ്മൾ നേരത്തെ കണ്ടു 1798 അതിന് മുമ്പായിട്ട് തന്നെ ദൈവം അനേകം നവോത്ഥാന നേതാക്കളെ ഉയർപ്പിച്ചുകൊണ്ട് സത്യത്തെ പുനഃസ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെയാണ് പ്രത്യേകിച്ചും ആ ഒരു നവോത്ഥാന നേതാക്കൾ, പ്രത്യേകിച്ചും 1500-നോടനുബന്ധിച്ച് മാർട്ടിൻ ലൂതറും അതുപോലെ തന്നെ ജോൺ ഹസ്സും വിക്ലിഫും അവരെല്ലാം തന്നെ സത്യത്തെ പഠിപ്പിച്ച്, പ്രത്യേകിച്ചും എതിർ ക്രിസ്തു പാപ്പാത്തമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? പേപ്പസി എന്ത് ചെയ്തു? അവർ 2 ജെസ്യൂട്ട് പുരോഹിതന്മാരെ നിയമിച്ചു 2 തിയറികൾ കൊണ്ടുവരാനായിട്ട്. ഫ്രാൻസിസ്കോ റിബേറയും ലൂയിസ് ഡി അൽഖാസറും പ്രിറ്ററിസം ഫ്യൂച്ചറിസം എന്നുള്ള 2 സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. അതെന്താണ് സംഭവിച്ചത്? അതായത് പ്രിറ്ററിസത്തിൽ എതിർ ക്രിസ്തു നേരത്തെ വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ എതിർ ക്രിസ്തുവിനെ നോക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിസത്തിൽ എതിർ ക്രിസ്തു ഇനി ഭാവിയിൽ അന്ത്യകാലത്ത് വരാനിരിക്കുന്ന, അന്ത്യകാലത്ത് 7 വർഷത്തെ ഭരണകാലത്ത് ആണ് എതിർ ക്രിസ്തു വരുന്നത് എന്നുള്ളതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഈ ഹിസ്റ്റോറിസിസൽ വേയിൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ എതിർ ക്രിസ്തു പാപ്പാത്തമാണെന്നുള്ള ആ പഠിപ്പീരിൽ നിന്നും കംപ്ലീറ്റ്ലി ഡൈവേർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം വീണ്ടും സംഭവിച്ചു. പിന്നീട് പതിയെ റോബർട്ട് ബെല്ലാമിനും അതുപോലെ തന്നെ ജോൺ നെൽസൺ ഡാർബിയും എല്ലാം ഈ ഫ്യൂച്ചറിസം സിദ്ധാന്തം എടുത്തുകൊണ്ട് പിന്നീട് സ്കോഫീൽഡ് റെഫറൻസ് ബൈബിളിൽ കൂടി ഈ സിദ്ധാന്തങ്ങളെല്ലാം കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളിലേക്ക് പോപ്പുലർ ആക്കുകയും ഇന്ന് കർത്താവിന്റെ വരവിനെ നോക്കി കാണുന്നവർ എങ്ങോട്ടാണ് അവരുടെ ഫോക്കസ്? അത് രജിബ്രദർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇന്ന് ഒരു വ്യക്തിയോട് കർത്താവിന്റെ വരവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവര് എവിടെയാണ്, അവര് പ്രവചനത്തിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്? അതായത് നോർമലായിട്ട്, അതായത് മജോറിറ്റി ക്രിസ്ത്യൻസും. തീർച്ചയായിട്ടും അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു ഈ ഫ്യൂച്ചറിസം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രവചനങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇന്നിരിക്കുന്നത് ഇസ്രായേലിലാണെന്ന് കാണാൻ സാധിക്കും. ലിറ്ററൽ ഇസ്രായേൽ, ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലാണ് ക്രൈസ്തവരായ ആളുകളുടെയൊക്കെയും ശ്രദ്ധ എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും ഒരു വാർ നടന്നാൽ, അല്ലെ അവിടെ എന്തെങ്കിലും ഒരു പാലസ്തീനും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും ഒരു അതിർത്തി തർക്കം നടന്നാൽ ഉടനെ തന്നെ അതൊരു പ്രൊഫറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, അവർ പറയുന്നത് അവിടെ ഇസ്രായേലിൽ ഒരു 3ാമതൊരു ആലയം അവിടെ സ്ഥാപിക്കപ്പെടും.
ആ ആലയത്തിൽ ഇരുന്നുകൊണ്ട് എതിർ ക്രിസ്തു ഭരിക്കും എന്നുള്ള ഒരു തെറ്റായ പഠിപ്പിക്കലിന്റെ ഫലമായിട്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ ഇസ്രായേലിലേക്ക് പോയിരിക്കുന്നത്. അതേസമയം യഥാർത്ഥ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, മറ്റൊന്നുമല്ല, അത് പാപ്പാത്വം തന്നെയാണ്. പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. എല്ലാ തരത്തിലുള്ള പ്രൊട്ടസ്റ്റാന്റ് റിഫോർമേഷൻ വക്താക്കളും അവരുടെ തുടക്കകാലങ്ങളിൽ തീർച്ചയായിട്ടും പഠിപ്പിച്ചിരുന്ന കാര്യം എതിർ ക്രിസ്തു പാപ്പാത്വമാണെന്നുള്ള കാര്യം തന്നെയായിരുന്നു. എന്നാൽ അതിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നതിന്റെ ഫലമായിട്ട് വേറെ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചറിസം, പ്രിറ്ററിസം എന്ന് പറയുന്ന രണ്ട് സിദ്ധാന്തങ്ങൾ കൊണ്ടുവരികയും അതിലൂടെ മറ്റൊരു കാര്യത്തെ, ഇന്ന് വരെ ബൈബിൾ പഠിപ്പിക്കാത്ത മറ്റൊരു കാര്യത്തെ, മൂന്നാമതൊരു ആലയം യെരൂശലേമിൽ ഉണ്ടാകാൻ പോകുന്നു. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, 70 ആഴ്ചയോട്ട പ്രവചനം എന്ന പ്രവചനത്തെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ്, ഗ്യാപ് തിയറി കൊണ്ടുവന്നു. ആ തിയറിയുടെ ഫലമായിട്ട് ആ സമയത്ത് ഇസ്രയേലിൽ അവിടെ ഒരു മൂന്നാമത് ആലയം ഉണ്ടാകും. അവിടെ നിന്നുകൊണ്ട് എതിർ ക്രിസ്തു ഭരിക്കും. അവിടെ യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. അതിനൊക്കെയും മുമ്പായിട്ട് സഭയെ വിടുന്ന് രഹസ്യമായി എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെയുമാണ് എന്ന് പഠിപ്പിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഇന്ന് ഇസ്രായേലിലാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ എതിർ ക്രിസ്തു മാറിയിരുന്നുകൊണ്ട് അവന്റെ അജണ്ടകൾ വളരെ കൃത്യമായിട്ടും നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാനാണ് ഇന്നത്തെ വെബിനാർ ശ്രമിക്കുന്നത്. എതിർ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് അനേകം ഐഡന്റിഫൈങ് പോയിന്റ്സ് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നും വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾ കഴിഞ്ഞ വെബിനാറുകളൊക്കെ ചർച്ച ചെയ്തതാണ്. വളരെ ഒരു നിസ്സംശയമായിട്ട്, അല്ലെങ്കിൽ സംശയത്തിന് ഇടവരാത്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എതിർ ക്രിസ്തു എന്താണ് അവന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. പ്രത്യേകിച്ച് സമയത്തെയും കാലത്തെയും മാറ്റുന്ന ഒരു ശക്തിയാണ് എതിർ ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. കാരണം അല്ലെങ്കിൽ പ്രത്യേകിച്ചും ദൈവത്തിന്റെ ആ നിയമത്തെ എതിരെ അറ്റാക്ക് ചെയ്യുന്ന, നമ്മൾ പലരും ചിന്തിക്കും എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന് എതിരായിട്ട് വരുന്ന ഒരു ശക്തിയാണെന്നുള്ളത്. പക്ഷെ ദൈവത്തിന് എതിരായിട്ട് ഡയറക്റ്റ്ലി വരുന്ന ഒരു ശക്തിയായിട്ടല്ല, ദൈവത്തെ പോലെ വളരെ സൈലന്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ട്രൂത്തും എററും കൂടെ മിക്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ട്രൂത്തിന് എതിരായിട്ട് ഡയറക്റ്റ് എതിരെ ഓപ്പോസിഷൻ അല്ല പറയുന്നത്, ഈ രണ്ടും കൂടെ ട്രൂത്തും എററും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പലരും വഞ്ചിക്കപ്പെട്ടു പോകുന്നത്. അവിടെയാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും നിയമങ്ങളെയും സമയങ്ങളെയും കാലങ്ങളെയും മാറ്റുന്ന ഒരു ശക്തിയാണ്. അത് നമ്മൾ കഴിഞ്ഞ വെബിനാറുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പ്രോഫസിയിൽ ദൈവ ജനത്തിന്റെ ശ്രദ്ധ മാറ്റുവാനായിട്ട്, പ്രത്യേകിച്ചും എതിർ ക്രിസ്തുവിൽ നിന്നും ശ്രദ്ധ മാറ്റുവാനായിട്ട് പലവിധമായിട്ടുള്ള പഠിപ്പീരുകളും ഇന്ന് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പഠിപ്പീര് ഫ്യൂച്ചറിസമാണ്. പക്ഷേ ഹിസ്റ്റോറിസിസം വചനം പഠിച്ചാൽ മാത്രമേ വെളിച്ചമായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ വെളിച്ചം പലർക്കും ഇരുട്ടായിട്ട് മാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എതിർ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന എന്നുള്ള കാര്യം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ വ്യക്തതയോടുകൂടി തിരുവചനത്തിൽ നിന്ന് തെളിയിച്ചതാണ് എതിർ ക്രിസ്തു ആരാണെന്നുള്ളത്. അപ്പൊ എതിർ ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലാകാതെ പോകുന്നത് ഒരു പക്ഷേ പ്രവചനങ്ങൾ മനസ്സിലാക്കുന്നതിന് വലിയൊരു അന്തർധാര ഉണ്ടാക്കുന്നു എന്നതാണ് സത്യം. ഇനി എതിർ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഹിസ്റ്റോറിസിസം വ്യൂയിലൂടെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ എതിർ ക്രിസ്തുവിന് ഒരു മരണകരമായിട്ടുള്ള ഒരു മുറിവുണ്ടാകുമെന്നും, എന്നാൽ അത് പൊറുത്ത് സർവ്വഭൂമിയും അതിനെ കണ്ട് വിസ്മയിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രവചനത്തിലൂടെ വിവരിക്കുന്നത്. അപ്പൊ നമ്മൾ എതിർ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുറിവുണ്ടായത്, എങ്ങനെയാണ് ഇത് പുറത്തുപോയത്, അതിനുശേഷം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തുറന്നു പഠിക്കാം. തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ ഒരു എതിർ ക്രിസ്തുവിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈബിൾ അതിനെ ഇതൊരു ഈവിൾ പവർ ആണെന്ന് വളരെ വ്യക്തമായിട്ടും നമ്മളെ കാണിച്ചു തരുന്നുമുണ്ട്. അപ്പോൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു ലിറ്റിൽ ഹോർഡിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 13-ാം അധ്യായം പഠിക്കുമ്പോഴും കടലിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഒരു വലിയ മൃഗത്തെ പറ്റി പറയുന്നു. കടലിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന ഒരു വലിയ മൃഗത്തെ പറ്റി. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ ആ മൃഗത്തിന്റെ പുറത്ത് ഒരു വുമൺ ഉള്ളതായിട്ടും ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ടും, കയ്യിൽ ഒരു പാനപാത്രം പിടിച്ചുകൊണ്ട് ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ടും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കും, അത് ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എതിർ ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല, അത് പൈപ്പസി ആണ് എന്ന് വളരെ ശക്തമായിട്ടും നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കും. അതിന്റെ തെളിവുകളൊക്കെയും ഞങ്ങൾ കഴിഞ്ഞ വെബിനാറിൽ നമ്മൾ വെച്ചതാണ്. അതിന് മുമ്പുള്ള വെബിനാറുകളൊക്കെയും നമ്മൾ അതിന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമല്ല, ഇത് പ്രൊട്ടസ്റ്റാന്റ് നവീകരണ കർത്താക്കളൊക്കെയും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണെന്ന് പറയുവാൻ തക്കൊണ്ട് ഈ സമയം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ വെളിപാട് പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യം എന്ന് പറയുന്നത്, ആ വാക്യത്തിൽ പഠിക്കുമ്പോൾ ഈ എതിർ ക്രിസ്തുവിന് ഒരു മരണകരമായ മുറിവേറ്റു, അല്ലെങ്കിൽ ഈ മൃഗത്തിന് മരണകരമായ ഒരു മുറിവേറ്റു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ എന്താണ് ഈ മരണകരമായ മുറിവെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. ജിജി ബദർ ചെറിയതായിട്ടൊന്ന് വിശദീകരിക്കാം. എന്താണ് നമുക്ക് ആ വാക്യം ആദ്യം ഒന്ന് വായിക്കട്ടെ. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യമായി ആദ്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്.
അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അപ്പൊ ഈ മൃഗത്തിന് മരണകരമായ മുറിവേറ്റത് എങ്ങനെയാണ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാമോ? അപ്പൊ നമ്മള് കണ്ടു, എതിർ ക്രിസ്തുവിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അത് പേപ്പസി ആണെന്നുള്ളത് നമ്മൾ കണ്ടു. അതിന്റെ ഭരണകാലം പ്രത്യേകിച്ചും 1260 വർഷക്കാലമായിരുന്നു യൂറോപ്പിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അത് പൊളിറ്റിക്കലി റിലീജിയസ്ലി അത് ഭരിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 538 AD തൊട്ട് 1798 AD വരെയുള്ള സമയമായിരുന്നു. അത് 1260 വർഷമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മരണകരമായിട്ടുള്ള അല്ലെങ്കിൽ മൃഗത്തിന് മരണകരമായിട്ടുള്ള മുറിവ് ഏൽക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഭരണത്തിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എന്താണ് സംഭവിച്ചത്? 1798 ഫ്രഞ്ച് വിപ്ലവം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൽ കൂടി നെപ്പോളിയന്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ അന്ന് അവിടെയുള്ള ജനത മതത്തെ വെറുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അന്ന് വരെ അത്രയും വർഷങ്ങള്, അതായത് പ്രത്യേകിച്ച് യൂറോപ്പിനെ ഭരിച്ചുകൊണ്ടൊക്കെ ഒരു കരാള, ആ മതത്തിന്റെ ഒരു കരാള ഹസ്തത്തിൽ നിന്നും ജനത്തെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് മതം വേണ്ട. അവര് ബൈബിളുകളൊക്കെ അവരുടെ സ്ട്രീറ്റിൽ ഓപ്പൺ ആയിട്ട് കത്തിച്ചു കളയുന്നതായിട്ട് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഗോഡ് ഓഫ് റീസൺ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചും എത്തിയസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇനി മതപരമായിട്ട് യാതൊരു കാര്യങ്ങൾക്കും ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പോപ്പായിരുന്ന പോപ്പ് പയസ് ആറാമനെ അന്ന് ജനറൽ ബർത്തിയർ, അതുപോലെ അതായത് നെപ്പോളിയന്റെ ജനറലായിരുന്ന ജനറൽ ബർത്തിയർ വന്ന് പിടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തടവുകാരനായിട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തടവിൽ വെച്ച് മരിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ പോപ്പ്. അപ്പോൾ മരണകരമായിട്ടുള്ളൊരു മുറിവ് ഏൽക്കുക എന്ന് പറയുമ്പോൾ അന്ന് വരെ യൂറോപ്പിനെ ഭരിച്ചു വന്നിരുന്ന ഈ പേപ്പസി അന്ന് അതിന്റെ അധികാരം ഇല്ലാതായിട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് മരണകരമായിട്ടുള്ള മുറിവേറ്റു എന്നത് നമ്മൾ പ്രവചനത്തിൽ നിന്നും പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കണ്ടു ആ ഒരു 1260 വർഷക്കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AD 538 തൊട്ട് AD 1798 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പേപ്പൽ സുപ്രീമസിയുടെ കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്താണ് അവര് ദൈവജനത്തോട് ശരിക്കും പോരാടിയത്. അതുപോലെ തന്നെ ദൈവവചനത്തോട് പോരാടി, ദൈവകൽപ്പനയോട് പോരാടിയത്. അപ്പൊ അതിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യം എന്ന് പറയുന്നത് അവന് മരണകരമായ മുറിവേക്കുന്നതാണ്. അത് ഫ്രാൻസിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവ കാലത്തെ ആ ഒരു സംഭവമാണ് എന്ന് വളരെ വ്യക്തമായിട്ടും രീതികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിച്ചു. അതുപോലെ തന്നെ അതേ വാക്യം പറയുന്നുണ്ട്, അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. അപ്പൊ ഒരു കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഈ മുറിവേറ്റ മൃഗം എന്നേക്കുമായിട്ട് അവസാനിക്കുകയല്ല ചെയ്യുന്നത്, അതിന്റെ മുറിവ് പുറത്തു പോകുന്ന ഒരു സംഭവമുണ്ട്. അതിനെപ്പറ്റി പ്രിൻസ് ഇപ്പോൾ ചെറുതായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കണ്ടതുപോലെ ഈ മൃഗത്തിന് ഒരു മരണകരമായിട്ടുള്ള ഒരു മുറിവേറ്റു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ മുറിവ് പുറത്തു പോവുകയാണ്. പുറത്തു പോയതിനു ശേഷം സർവ്വഭൂമിയും അതിനെ കണ്ട് വിസ്മയിക്കുന്ന കാര്യമാണ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1929 ഒരു ചരിത്ര പ്രധാനപ്പെട്ട ഒരു രേഖ റോമിൽ ലാറ്ററൻ ട്രീറ്റി എന്ന നാമത്തിൽ ഒപ്പുവയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഒപ്പുവയ്ക്കുന്നത് കർദിനൽ ഗ്യാസ്പാരിയും അന്നത്തെ റോമൻ ഭരണാധികാരിയുമായിട്ടുള്ള ബെനിറ്റോ മുസോളിനിയും ചേർന്നിട്ടാണ്. ഒരുപക്ഷെ നമുക്കറിയാം, പാപ്പാത്വം 1798 അതിന്റെ ശക്തി ക്ഷയിച്ചു പോവുകയും അവരുടെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളും ഇതെല്ലാം കണ്ടുകെട്ടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ ശക്തിയും എല്ലാം ക്ഷയിച്ചു പോകുന്നത് അവർക്കൊരു വലിയൊരു ക്ഷീണം തന്നെയാണ്. പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭ അത്രയും യൂണിവേഴ്സൽ ആയിട്ടുള്ള സഭ ചുരുങ്ങി വന്നപ്പോൾ അവരതിനൊരു വലിയ തിരിച്ചു വരവെന്നോണം അവർ ആ ഒരു കരാറിലൂടെ വരികയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ വത്തിക്കാൻ എന്ന് പറയുന്ന ആ സ്ഥലം, വത്തിക്കാൻ സിറ്റി പോപ്പിന്റെ സർവാധികാരിക സ്ഥലമായിട്ട് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഏകദേശം 44 ഹെക്ടർ അടങ്ങുന്ന ആ സ്ഥലത്തെ രാജാവും അതുപോലെ തന്നെ മത നേതാവും പോപ്പായിട്ട് അവര് വാഴ്ത്തുകയാണ്. അതോടൊപ്പം പൂർണ്ണ സർവാധികാരം അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് കഴിഞ്ഞു പോയിട്ടുള്ള സമ്പത്തും അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു കരാറാണ് ലാറ്ററൻ ട്രീറ്റി എന്ന് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം നാളിതുവരെ നമ്മൾ ഈ പാപ്പാത്വത്തിന്റെ പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകം മുഴുവനും അതിനെ അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു ശക്തിയായി മാറി എന്നതാണ് സത്യം. തീർച്ചയായിട്ടും. അപ്പോൾ ആ മൃഗത്തിനേറ്റ മുറിവ്, അല്ലെങ്കിൽ നെപ്പോളിയന്റെ കാലത്ത് മൃഗത്തിനേറ്റ മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ പവർ, യൂറോപ്പിന്റെ മേലുള്ള അവരുടെ പൊളിറ്റിക്കൽ പവർ എന്നേക്കുമായി അവസാനിച്ച ഒരു മുറിവ് കാലഘട്ടമാണ് 1798 എന്ന് പറയുന്നത്. പയസ് ആറാമനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നു. ഫ്രാൻസിൽ ജയിലിൽ കിടന്ന് പയസ് ആറാമൻ എന്ന പോപ്പ് മരിക്കുകയാണ്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഒരു പോപ്പിനെ ഒരു ഭരണാധികാരി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അവിടെ കിടന്ന് അദ്ദേഹം മരിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം
നമുക്ക് കണ്ടു ലാറ്ററൻ ട്രീറ്റി വന്നു. ലാറ്ററൻ ട്രീറ്റിയിലൂടെ വീണ്ടും റോമ പട്ടണം ഒരു ചെറിയൊരു ഇൻഡിപെൻഡന്റ് ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അതിന്റെ അധികാരം പോപ്പിനെ വീണ്ടും ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ജോൺ പോൾ രണ്ടാമന്റെ കാലഘട്ടം വരെ ഉള്ളായിരുന്ന ആ പോപ്പുമാര് വത്തിക്കാനെ സ്വയം തടവറയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരവിടെ കഴിയുകയായിരുന്നു. എന്നാൽ ജോൺ പോൾ രണ്ടാമന്റെ കാലഘട്ടം വരുമ്പോഴേക്കും അദ്ദേഹം അല്പം കൂടി ഒരു പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പോപ്പായിട്ട് മാറി. തങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയുന്ന ഒരു പോപ്പായിരുന്നു ആ സമയത്ത്. ധാരാളം നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ട്. മായാ കുൽപ്പ എന്ന് പറഞ്ഞ് അദ്ദേഹം മാപ്പ് പറയുന്ന ഒരു കാര്യമൊക്കെയും നമ്മൾ ടിവികളിലൊക്കെ വാർത്തകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ കത്തോലിക്ക സഭ ചെയ്ത സകല തെറ്റുകളുടെയും മാപ്പും ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തിന് മുമ്പാകെ സഭയുടെ മുഖം മിനുക്കുവാനായിട്ടുള്ള പ്രവൃത്തികൾ ആരംഭിക്കുന്നതായിട്ടും പല രാജ്യങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവരോട് മാപ്പ് പറഞ്ഞു. പല രാജ്യങ്ങളിലും ചെന്നിട്ട് തങ്ങൾ ഉപദ്രവിച്ച സൊസൈറ്റികളെ, തങ്ങൾ ഉപദ്രവിച്ച അവരുടെ പിന്തുണക്കാരോട് പോയിട്ട് മാപ്പ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ക്രൈസ്തവരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് വത്തിക്കാനുമായിട്ട് മറ്റു രാജ്യങ്ങൾ കൂടിച്ചേരുന്നതും അവരുമായി ചേർന്ന് പിന്നീട് സഹകരിച്ച് അങ്ങനെ ഈ പ്രവചനം പറയുന്നതനുസരിച്ച് വെളിപാട് 13:3 പറയുന്നതനുസരിച്ച് സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കുമാണ് പോകുന്നത്. മൃഗത്തിന്റെ മുറിവ് പുറത്തു, പിന്നീട് എല്ലാവരും മൃഗത്തിന്റെ പുറകെ പോകുന്നതായിട്ടും കാണാൻ സാധിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ വളരെയധികം ശക്തി പ്രാപിച്ചു വരികയാണ്. അപ്പോൾ അമേരിക്കക്കെതിരെ ഏറ്റവും അധികം ഉള്ള ഒരു ശക്തിയായിട്ട്, പ്രത്യേകിച്ച് വെസ്റ്റേൺ പവറിനെതിരെ, പടിഞ്ഞാറൻ ശക്തികൾക്കെതിരെ ഒരു വലിയ ശക്തിയായിട്ട് സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ ശക്തി പ്രാപിച്ചു വരുമ്പോൾ അതിനെ തകർക്കുവാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗനും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും കൂടി ചേർന്ന് സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ ഒരു ഹോളി അലയൻസും ഉണ്ടാക്കിയതായിട്ട് നമുക്ക് ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ പബ്ലിക് ആയിട്ടുള്ള ട്രൂത്ത് ആണ്. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിളിൽ കിട്ടും. ദ ഹോളി അലയൻസ് ബിറ്റ്വീൻ റൊണാൾഡ് റീഗൻ ആൻഡ് ജോൺ പോൾ രണ്ടാമൻ എന്നൊന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഓരോരോ മാർപ്പാപ്പമാരും വന്നിട്ട് ലോകത്തെ കൈക്കലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നെന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയും ആണെങ്കിലും ആദ്യത്തെ ജെസ്യൂട്ട് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാർപ്പാപ്പയായിട്ട് മാറുകയും ധാരാളം ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിട്ട്, ഈവൻ മുസ്ലിം രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് വളരെയധികം സ്വാധീനമുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് പുറത്തു മറ്റ് മതങ്ങൾക്കിടയിൽ പോലും വലിയ സ്വാധീനമുള്ള പോപ്പായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ലോകത്തെ ഏറ്റവും നടുക്കിയ ഒരു പ്രതിഭാസമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്ന COVID-19. അപ്പൊ COVID-19 ശേഷം നമുക്കറിയാം പതിയെ എർത്ത് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം, ഈ ഒരു പാൻഡമിക്കിന് ശേഷം ലോകത്തിന് വലിയൊരു മാറ്റം വന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സർവ്വസാധാരണമായിട്ട് നമ്മൾ വെറുതെ ഒരു നിരീക്ഷണം നടത്തിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയിലെ കാര്യവും വ്യത്യസ്തമല്ല. നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് ആൾക്കാര് ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ഒരു ചെറിയ കടയിൽ പോലും നമ്മൾ വാങ്ങുവാനോ അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നത് ഗൂഗിൾ പേ, അതുപോലെ GPay അതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അധികം ക്യാഷ് ഇല്ലാത്ത ഒരു കാർഡ്ലെസ് സൊസൈറ്റിയിലൂടെ ആയിട്ട് മാറിയതായിട്ട് നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ അനേകം മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി എംപ്ലോയ്മെന്റ് ക്രൈസിസ് ഉണ്ടായി, അതുപോലെ തന്നെ വിലക്കയറ്റം ഉണ്ടായി, അതുപോലെ അനേകം സംഭവങ്ങൾ നമുക്ക് ഉണ്ടായി. അത് മാത്രമല്ല, ലോകം മുഴുവനും ഇനി ഒരു ബെറ്റർ നാളേക്ക് വേണ്ടി ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. ഒരു സാധാരണക്കാരൻ പോലും നാളേക്ക് വേണ്ടി ചിന്തിക്കുവാനായിട്ടുള്ള ഒരു കാര്യം തുടങ്ങി. അതുപോലെ വേൾഡ് ഈസ് കമ്മിങ് ടുഗെദർ. പതിയെ ലോകം ഒരുമിച്ച് കൂടി വരുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഗ്രേറ്റ് റീസെറ്റ്. ഒരു റീസെറ്റ് ചെയ്യുകയാണ്. ലോകം എന്തിനു വേണ്ടി ഒന്ന് റീഓർഗനൈസ് ചെയ്യുകയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതോ ഒരു സാങ്കല്പികമാണോ? നമ്മുടെ മുമ്പിൽ തന്നെ ഒരു റീസെറ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് തുടർന്ന് പഠിക്കാം. നമ്മൾ ചിന്തിച്ചപ്പോൾ ഈ COVID-19 വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു പാൻഡമിക് നമ്മുടെ മധ്യയായിട്ട്. അപ്പോൾ ഇന്ന് പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരു ആങ്ഷ്യസ് ആണ്, അല്ലെ? കാരണം എന്താണ് ഇനി നാളെ സംഭവം? കാരണം ഇതൊന്നും തീരുന്നില്ലല്ലോ. ഈ എത്ര നാളിത് തുടരും? ഒരു ഭാഗത്ത് മനുഷ്യൻ പല രീതിയിലും മെന്റലി സ്ട്രെസ്ഡ് ഔട്ടായി, ജോലി പോയി, അതുപോലെ തന്നെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർ അകപ്പെട്ട് കഴിയുമ്പോൾ ലോക നേതാക്കൾ കൂടി വന്ന്
ഈ ഒരു പാൻഡമിക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് നമുക്ക് ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം ഫിക്സ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേര് ഇത് ശ്രദ്ധിച്ചു എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇത് ന്യൂസുകളിലൊക്കെ വളരെ അധികമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് 2020 ജൂണില് വേൾഡ് ഇക്കോണമിക് ഫോറത്തിന്റെ അല്ലെങ്കിൽ WEFന്റെ 50ാം വാർഷിക യോഗത്തിന്റെ ഒരു പേര് അവരിട്ടിരുന്നത് ഗ്രേറ്റ് റീസെറ്റ് എന്നാണ്. അതില് ഇംഗ്ലണ്ടിലെ ചാൾസ് വെയിൽസ് രാജകുമാരനും WEFും ചേർന്ന് വിളിച്ചു ചേർത്ത ഈ യോഗത്തില് ഈ ഒരു തീം ഉപയോഗിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ചും ഈ ഒരു ഗ്രേറ്റ് റീസെറ്റ് എന്നുള്ള തീം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവര് ഈ ഒരു WEFന്റെ ഫോറം വിളിച്ചു കൂടിയത്. അതായത് ഈ പാൻഡമിക്കിന് ശേഷം ഈ അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലോകത്തെ വീണ്ടും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് ഭരിച്ചു കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ഈ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ സമൂഹത്തെയും എല്ലാം ഒരു പുനർനിർമ്മിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ 2020 ഈ ജൂണിന് ശേഷം പിന്നീട് അടുത്ത 2021 ജനുവരിയിലാണ് 51ാം വേൾഡ് ഇക്കോണമിക് ഫോറത്തിന്റെ ആ ഒരു തീമും ഗ്രേറ്റ് റീസെറ്റ് ആയിട്ടാണ് അവർ പ്രഖ്യാപിച്ചത്. പിന്നീട് ഇത് എന്തുകൊണ്ടാണ് അവർ പൂർണ്ണമായിട്ടും നമുക്ക് അതായത് ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് സാധ്യമല്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാൽ മാത്രമേ ലോകത്തിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. പ്രത്യേകിച്ചും ഹെൽത്ത് വൈസ് നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഒരു സൊല്യൂഷൻ, അതായത് വാക്സിൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അത് ലോകത്ത് എല്ലാവർക്കും ബാധകമാണ്. പിന്നീട് അതിനുശേഷം വരുന്നതാണ് അടുത്ത ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം. അത് നമുക്കറിയാം, കോവിഡ് പാൻഡമിക്കിനെ തുടർന്ന് പല സ്ഥലത്തും ലോക്ക്ഡൌൺസ് നടന്നു, അല്ലെ? ചിലത് മാസങ്ങളോളം ലോക്ക്ഡൌൺസ് നടന്നു. പിന്നീട് ലോക്ക്ഡൌൺ അവർ ലഘൂകരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം ലോക്ക്ഡൌൺ ആക്കി. പിന്നീട് അതിന്റെ ഡേറ്റ പരിശോധിച്ചപ്പോൾ ഈ ലോക്ക്ഡൌണിനെ തുടർന്ന് ഈ പരിസ്ഥിതിക്ക് വളരെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി തിരിച്ചു വന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം പൊല്യൂഷൻസ് വളരെയധികമായിട്ട് കുറഞ്ഞു. അപ്പോൾ അതവർ പറഞ്ഞു ഇത് നല്ലൊരു കാര്യമാണ്, കാരണം ഒരു ക്ലൈമറ്റ് ലോക്ക്ഡൌൺ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതായത് കോവിഡ് ലോക്ക്ഡൌൺ പോലെ തന്നെ ഒരു ക്ലൈമറ്റ് ലോക്ക്ഡൌൺ അടുത്ത് നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ WEFലെ പല പ്രമുഖ നേതാക്കളും അവര് പിന്നീട് അടുത്ത ഒരു യോഗത്തിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് തുടർന്നുള്ള ഭാഗത്തിൽ നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള യോഗത്തിൽ എന്തൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നുള്ളത്. പക്ഷെ പ്രത്യേകമായിട്ട് എനിക്കിവിടെ പറയാനായിട്ട് എനിക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് ഒരു ഗ്രേറ്റ് റീസെറ്റ് ടൈം ആയിട്ട് അവർ ഉപയോഗിക്കുകയാണ്. അതായത് ലോകത്തെ ജീവിപ്പിക്കാനായിട്ട്, അതായത് ലോകത്തെ ഫിക്സ് ചെയ്യാനായിട്ട്. തുടക്കത്തിൽ നമ്മൾ കണ്ടു ഈ ലോകത്തിലെ കാര്യങ്ങൾ ഇനി ബെറ്റർ ആയിട്ട് വരുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം പ്രവചനം അനുസരിച്ച് ഇനി കാര്യങ്ങൾ മോശമായി വരത്തേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളെ ആരെയും പേടിപ്പിക്കാനായിട്ട് നമ്മൾ പറയുന്നതല്ല. പക്ഷേ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ 2ാം വരവെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ പഴയ രീതിയിലേക്ക്, അല്ലെങ്കിൽ പാപത്തിന് മുമ്പ് ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നോ അതേ അവസ്ഥയിലേക്ക് പോകൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ദാനിയേലിന്റെ 2ാം അധ്യായത്തിലെ ആ ദർശനത്തില് നമുക്കറിയാം. ആ ഡിവൈഡഡ് റൂമിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഇരുമ്പും കളിമണ്ണുമായിട്ടുള്ള പാദത്തിന്റെ സമയത്താണ് ആ ഒരു കൈ തൊടാതെയുള്ള ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ അടിക്കുന്നതും, അതായത് അതിനെ മുഴുവനും തകർത്ത് ആ കല്ല് ലോകം നിറയുന്ന ഒരു പർവ്വതമായിട്ട് മാറുന്നതും. അത് കർത്താവിന്റെ 2ാം വരവാണ്. അത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ്. അതുവരെ ഈ ലോകത്തിലെ കാര്യങ്ങൾ അത് ഇനിയിപ്പോൾ മോശമായിട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഈ കോവിഡ് പാൻഡമിക്കിന് ശേഷമുള്ള സമയം ഇനിയിപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നടന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞിടയ്ക്കെല്ലാം വളരെയധികം ഫ്ലഡ് വഴി എത്രയോ ആൾക്കാരാണ് സഫർ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുവരെ ഫ്ലഡ് ഇല്ലായിരുന്ന സ്ഥലങ്ങളിൽ വരെ, ജർമ്മനിയിലൊക്കെ ആണെങ്കിലും യൂറോപ്പിലൊക്കെ ആണെങ്കിലും എല്ലാം മിക്കവാറുമുള്ള രാജ്യങ്ങളിലെല്ലാം ഫ്ലഡ് വഴി എഫക്റ്റഡ് ആയി. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ക്രൈസിസ് ആണ്. ഇതിനെ നേരിടാനായിട്ട് ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാൽ മാത്രമേ നമുക്ക് ഇതിനെ നേരിടാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അടുത്തതായിട്ട് ഒരു യോഗം ആരംഭിക്കുകയാണ്. അത് ഇന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇംഗ്ലണ്ടിലെ ഗ്ലാസ്ഗോയിൽ ഈ യോഗം ആരംഭിക്കുകയാണ്, COP26 എന്ന് പറയുന്നത്. അപ്പോൾ ഈ COP26ന് മുന്നോടിയായിട്ട് വാറ്റിക്കാൻ സിറ്റിയിൽ, പ്രത്യേകിച്ചും പോപ്പ് ഫ്രാൻസിസിന്റെ അടുത്ത് ഒരു യോഗം ഒക്ടോബർ 4 നടന്നു. അതിനെക്കുറിച്ച് രജിത് ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന ആ COP26 എന്ന് പറയുന്നതായ ആ ഇവന്റിന് മുന്നോടിയായിട്ട് ഈ വർഷം തന്നെ ഒക്ടോബർ മാസം 4 തീയതി
വത്തിക്കാനിൽ വെച്ച് ലോകത്തിലുള്ള എല്ലാ മത നേതാക്കളും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് പോപ്പ് ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ ഒരു അപ്പീല് ഇടുവാൻ ഇടയായിട്ട് തീർന്നു. അതായത് COP26 വെച്ചിട്ട് സയൻസ് പറയുന്ന പ്രകാരം ഇത് ഭൂമി നശിക്കുവാനായിട്ട് പോകുന്നു, പ്രകൃതിയൊക്കെയും വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പുതിയ ഒരു ലോകക്രമത്തിലേക്ക് പോകണം. അതായത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കണം, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ജീവിത രീതി നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പ്രകൃതി സംരക്ഷണം കൊണ്ടുവരണം എന്നുള്ള പലതരത്തിലുള്ള ആശയങ്ങളും അതിന്റെ ഉള്ളിൽ തന്നെ ചില രഹസ്യ അജണ്ടകളും വെച്ചുകൊണ്ട് ലോകത്തിലുള്ള മതനേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു അപ്പീൽ കൊടുക്കാൻ, ഒരു എഗ്രിമെന്റ് ഒപ്പിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് വത്തിക്കാനിൽ വെച്ച് തന്നെയാണ് നടന്നത് എന്ന് കാണാൻ സാധിക്കും. അത് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കാലം പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന മതനേതാക്കളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാനായിട്ട് ഇന്ന് കഴിയുന്ന ഏക ശക്തി വത്തിക്കാനായിട്ട് മാറിയിരിക്കുന്നു, പോപ്പായിട്ട് മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഫ്രാൻസിസ് ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പ്രവചനത്തിൽ കണ്ട പോലെ സകല ഭൂമിയും ഈ മൃഗത്തിന്റെ ആ മുറിവ് പുറത്തുപോയ മൃഗത്തെ കണ്ട് വിസ്മയിക്കുന്നു എന്നുള്ള പ്രവചനത്തിന്റെ നിവൃത്തിയാണ് നമ്മൾ ഇതിലൂടെ കാണുവാനിടയാണ്. ഇത്രയും കാലം ഈ മതനേതാക്കം, പ്രത്യേകിച്ച് ഇസ്ലാം മതം, ക്രൈസ്തവ മതം, ഹിന്ദു മതം, അതുപോലെ തന്നെ ബുദ്ധമതം, ഇവരുടെയൊക്കെയും ഇതുപോലെ സിഖ് മതം, അതുപോലെ തന്നെ ജുഡയിസം, അങ്ങനെ കൺഫ്യൂഷനിസം, ടാവോയിസം, സ്വരാഷ്ട്ര മതം, അങ്ങനെ പല രാജ്യങ്ങളും, ജൈനമതം, ഇവരെല്ലാവരുടെ കൂടി ചേർന്ന് വന്നിട്ട് അവരുടെ എല്ലാവരുടെ നേതാക്കന്മാർ വന്നിട്ട് വത്തിക്കാനിൽ വെച്ച് ഒരു വലിയ ഡിസ്കഷൻ നടക്കുകയും ഇന്ന് സയൻസ് പറയുന്ന പ്രകാരം നമുക്ക് നമ്മുടെ വിശ്വാസികളെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കണം, ആ ഒരു രീതിയിലേക്ക് ക്ലൈമറ്റ് ചേഞ്ച് എന്ന അജണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് അവരുടെ ടേബിളിൽ വെക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് They came from across the planet, faith leaders urging politicians to save it. Christian and Jewish, Buddhist and Muslim, Taoist and Confucian, signing a joint appeal to world leaders who'll meet at the COP26 in Glasgow to commit to net zero emissions, to limit the temperature rise to 1.5 degrees, to support poorer countries. A pope who has focused on environmental concern and an archbishop with this warning. Our abuse, our war against the climate affects the poorest among us. Reconciliation with creation, in obedience to our Creator, proclaims the love of God. The world has just enough time to get this right. In return, the signatories say they'll educate their faithful, spreading the message of climate awareness. The message from them has been very clear. This is a critical moment for the world, and the message was one of the head and the heart. The scientists telling us the message from the head is very clear, is that it is humanity that is creating climate change and we need to act now. And the message of the heart is about morality. The call is urgent. Man-made climate change and fossil fuels have prompted the warmest decade on record, with floods, fires and heat waves. This may be the last chance to halt the damage. നമ്മൾ കണ്ടു ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു മെയിൻ അജണ്ട നടപ്പിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് തുടർന്ന്, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന് ഇതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെ നമുക്ക് എൻവയോൺമെന്റിനെ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകിലുള്ള ചില ഹിഡൻ അജണ്ടയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടു ലോകം ഒരുമിച്ച്, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ലോകം ഒരുമിച്ച് വന്ന ഒരു ഗ്രേറ്റ് റീസെറ്റ് വഴി ഒരു വൺ വേൾഡ് ഗവൺമെന്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പല വർഷങ്ങളായിട്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു വൺ വേൾഡ് ഓർഡറിനെ കുറിച്ച്. അത് ഇന്ന മതക്കാരെന്നൊന്നുമില്ല, മിക്കവാറുമുള്ള ആൾക്കാർക്കും വൺ വേൾഡ് ഓർഡർ അല്ലെങ്കിൽ വൺ വേൾഡ് സിസ്റ്റം വരാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ ചില കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ഒരു കൊട്ടേഷൻസ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ദ ഇന്റർനാഷണൽ കാത്തലിക് ന്യൂസ് വീക്ക്ലിയിൽ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്. അത് ഒരു ഭാഗം എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് പോപ്പ് ഫ്രാൻസിസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പോപ്പ് ഫ്രാൻസിസ് ആൻഡ് ദ വേൾഡ് റിലീജിയസ് ലീഡേഴ്സ് ഹാവ് കോൾഡ് ഓൺ ഗവൺമെന്റ്സ് അക്രോസ് ദ ഗ്ലോബ് ടു റൈസ് their ambitions ahead of the UN climate summit in Glasgow, warning there could be just a decade left to restore the planet. അതായത് ചില വർഷങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ പ്ലാനറ്റിനെ ഒന്ന് റിസ്റ്റോർ ചെയ്യാനായിട്ട് എന്നാണ് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു കൊട്ടേഷൻ കൂടെ: സ്പീക്കിംഗ് ഓഫ് young economists and entrepreneurs on Saturday, 1st October, the Pope told them, "You are perhaps the last generation that can save us.
ഐ എം നോട്ട് എക്സാജറേറ്റിംഗ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള, നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല എന്നും പറയുന്നില്ല. പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഹിഡൻ അജണ്ട എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ കാത്തലിക് ന്യൂസ് സർവീസിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഫ്യൂച്ചർ ജനറേഷൻസ് വിൽ നെവർ ഫോർഗീവ് us if we miss the opportunity to protect our common home. We have inherited a garden. We must not leave desert to our children. അതായത് കോമൺ ഹോം ആയിട്ടുള്ള ഈ ഭൂമിയെ നമ്മൾ രക്ഷപ്പെടുത്തുവാനായിട്ടുള്ള ഒരു അവസാനത്തെ ചാൻസ് ആണ് നമുക്കിത്. ഇനിയിപ്പോൾ നമുക്കൊരു അവസരം ലഭിച്ചെന്ന് വരത്തില്ല. അതായത് വി മസ്റ്റ് നോട്ട് ലീവ് എ ഡെസേർട്ട്, അതായത് ഒരു മരുഭൂമി നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് ഒരുപക്ഷെ ഈ ഭൂമി ഒരു മരുഭൂമിയായി പോയേക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ തരുന്നത്. അപ്പോൾ ഈ UN ഈ COP26 ഇന്നു മുതൽ നടക്കുന്ന ഈ ഒരു COP26 പലവിധമായിട്ടുള്ള കാര്യങ്ങളും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നേക്കാം. ഭാവിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വെബിനാറുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? അതായത് ഈ എതിർ ക്രിസ്തു മരണകരമായിട്ടുള്ള മുറിവ് ഏറ്റവും അത് പുറത്തുപോയി. അപ്പോൾ വീണ്ടും അതൊരു വേൾഡ് ഡോമിനൻസിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വേൾഡ് നേതാക്കന്മാരെ എല്ലാം യുണൈറ്റ് ചെയ്തുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഈ ഒരു സമ്മിറ്റിൽ കൂടി പല അജണ്ടയും അവർ നടപ്പിലാക്കാനായിട്ട് പോവുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത് നമ്മൾ പ്രത്യേകിച്ചും പോപ്പിന്റെ ഒരു എൻസിക്ലിക്കൽ, അതായത് 2015 പുറപ്പെടുവിച്ച എൻസിക്ലിക്കൽ വഴി പോപ്പ് എന്താണ് അതിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ 2015 പോപ്പ് ഫ്രാൻസിസ് എഴുതിയ ഒരു വലിയ ഇടയലേഖനമുണ്ട്. അതിന്റെ പേരാണ് ലൗഡാറ്റോ സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഇതൊക്കെയാണ്. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ശരി തന്നെയാണ്. നമ്മൾ ഈ പ്രകൃതി, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ പ്രകൃതിയെ നമ്മളാണ് അതിന്റെ സ്റ്റുവാർഡ്സ് എന്ന് പറയുന്നത്. ഇതിനെ ശരിയാവണ്ണം നോക്കുവാനും പരിപാലിക്കുവാനും മനുഷ്യന് തീർച്ചയായിട്ടും കടമയുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചോളം ഈ പ്രകൃതിയെ പരിപാലിക്കുക. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ സമ്പത്താണ് നമ്മുടെ ശരീരവും നമ്മുടെ ഈ പ്രകൃതിയും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും പരിപാലിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ മനുഷ്യന്റെ ആ ഒരു അത്യാർത്തിയും അതുപോലെ തന്നെ ചൂഷണ മനോഭാവം കാരണം പാപമാണല്ലോ ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. അപ്പം സമ്പത്തുണ്ടാക്കണം എന്നുള്ള മനുഷ്യന്റെ ആ ഒരു അടങ്ങാത്ത ആ ഒരു ത്വര നിമിത്തം പ്രകൃതിയെ അനിയന്ത്രിതമായിട്ട് ചൂഷണം ചെയ്യുകയും പ്രകൃതി ഇന്ന് കാണുന്ന ഒരു സർവനാശത്തിലേക്ക് പൊക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു ലൗഡാറ്റോ സി എന്ന് പറയുന്നതായ ഇടയലേഖനത്തിലൂടെ പോപ്പ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കണ്ടത് ഒക്ടോബർ 4 മാസത്തില് സകല മതനേതാക്കന്മാരെയും കൂട്ടിക്കൊണ്ട് വത്തിക്കാനിൽ കൊണ്ടുവന്ന് കൂട്ടിവരുത്തുകയും അവിടെ വെച്ചുകൊണ്ട് അവരൊരു വലിയ എഗ്രിമെന്റ് ഒപ്പിടുവാനായിട്ടും, അപ്പൊ സയൻസ് എന്താണോ പറയുന്നത് അതിനെ ആ രീതിയിലേക്ക് നമുക്ക് പോകണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടും ഇടയായിട്ട് ഇതായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില വാക്യങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. അതായത് വെളിപാട് പുസ്തകം 17-ാം അധ്യായം 12-ാം വാക്യവും 13-ാം വാക്യവും അതുപോലെ 17 പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വായിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നമുക്കത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം 12-17 വാക്യം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നതാൻ. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. അപ്പൊ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് ഈ ഭൂമിയിലെ ഈ ലോകത്ത് നടക്കുന്ന ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി നമുക്ക് ഇതിൽ വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ലോകം മുഴുവനും ഒന്നായിട്ട് ഒരുമിച്ച് വരികയും അവർക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ലീഡറിനെ ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോ ലോകത്തിന്റെ അന്ത്യത്തിൽ ആ 10 രാജാക്കന്മാർ അവർ രാജ്യത്വം പ്രാപിച്ച് അവരുടെ അധികാരം മുഴുവനും മൃഗത്തിന് കൊടുക്കുന്ന ഒരു രംഗമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംശയലേശം ഇല്ലാതെ പ്രവചനത്തിൽ വിശ്വസിക്കുവാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ ഇത് പ്രകാരം അനുസരിച്ച് ഈ മൃഗത്തിന് ദൈവത്തിന്റെ വചനം നിവൃത്തിയാകോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്തെ മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയങ്ങളിൽ തോന്നിച്ചു എന്നാണ്. നമ്മൾ നേരത്തെ വെളിപാട് 13-6 പഠിച്ചപ്പോൾ കണ്ടാണ് ഈ മൃഗത്തിന് മുറിവേറ്റു, ആ മുറിവ് പുറത്തുപോയി സർവ്വമൃഗവും മൃഗത്തെ കണ്ട് വിസ്മയിക്കുന്നു. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ കൂടിച്ചേർന്ന് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മുറിവേറ്റ പേപ്പസി അതിൽ ലാറ്ററൻ ട്രീറ്റി വഴി അവരുടെ മുറിവ് പുറത്തു. പിന്നീട് നമ്മൾ കാണുന്നു അവരുടെ മുറിവ് സർവ്വഭൂമിയും അവരെ കണ്ട വിസ്മയിക്കത്തക്കവണ്ണം
തന്നെത്താൻ ശക്തി പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് സ്വന്തം ശക്തിയോടെയല്ല, അതെന്താണ് മറ്റു പല രാജ്യങ്ങളുടെയും എല്ലാവരുടെയും ഒരുമിച്ചുള്ള ആ ഒരു സപ്പോർട്ടോടു കൂടിയാണ് അവർ വീണ്ടും ശക്തി പ്രാപിച്ചു വരുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലെവലാറ്റോ സി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള സൊല്യൂഷൻസും അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, നമ്മൾ ബാബിലോൺ എന്ന് പറയുന്ന വെബിനാർ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തു. അപ്പൊ ആ ഒരു വെബിനാറിനകത്ത് നമ്മൾ പറഞ്ഞു വെച്ച കാര്യം എന്താണ്? ബാബിലോണിയ ചിന്താഗതികളും ആരാധനാക്രമങ്ങളും സംസ്കാരങ്ങളിലൂടെ, പലതരത്തിലുള്ള സംസ്കാരങ്ങളിലൂടെ കടന്ന് ഇന്ന് കാണുന്ന ക്രൈസ്തവ സഭയിൽ എങ്ങനെയാണ് എത്തിയത് എന്ന് വളരെ കൃത്യമായിട്ടും പറഞ്ഞു. അപ്പൊ ആ ഒരു ബാബിലോണിയൻ അജണ്ട പല രീതിയിൽ ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവരുന്നതിൽ കത്തോലിക്ക സഭയ്ക്ക് വളരെയധികം പങ്കുണ്ടായിരുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ തന്നെ സിദ്ധാന്തമായിട്ടുള്ള ഞായറാഴ്ച ആചാരമാണെന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഞായറാഴ്ച ആചാരത്തെ, ആ സൂര്യാരാധനയെ പിൻപറ്റിയാണ് ഞായറാഴ്ച ആചാരം ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്ന ആരാധനാ ദിവസം എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ 7ാം ദിവസമായ ശനിയാഴ്ചയാണ്. അത് 10 കൽപ്പനയിലെ 4ാമത്തെ കൽപ്പനയെ വളരെ കൃത്യമായിട്ടും നമുക്ക് വിശദീകരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ദൈവം വിശ്രമിക്കുവാനും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു വേർതിരിച്ച ദിവസത്തെ മനഃപൂർവ്വം മറന്നു കളഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം ബാബിലോൺ മതക്കാർ പിൻപറ്റി പോന്നിരുന്ന സൂര്യാരാധനയുടെ ദിവസത്തെ ക്രൈസ്തവ സഭയിൽ സ്ഥാപിക്കുന്നതിൽ കത്തോലിക്ക സഭയ്ക്ക് വളരെയധികം പങ്കുണ്ട്. അത് അവർ ഒരിക്കലും മറച്ചു വെക്കുന്നില്ല. അവർ തന്നെ പറയുന്നു, നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ കണ്ടു, അവരുടെ കാറ്റഗിസത്തിൽ പറയുകയാണ്, ഈ ഞായറാഴ്ച ആചാരം എന്ന് പറയുന്നത് തങ്ങളുടെ അധികാരത്തിന്റെ അടയാളമാണ്, ഞങ്ങളാണ് അതിനെ മാറ്റിയതെന്ന് വളരെ വ്യക്തമായിട്ടും അവരുടെ കാറ്റഗിസത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ മറച്ചു വെക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു എൻസിക്ലിക്കൽ പഠിക്കുമ്പോൾ ലെവലാറ്റോ സി എന്ന് പറയുന്നതായ അവരുടെ പോപ്പിന്റെ 2015 വന്നിരിക്കുന്നതായ ഈ ഇടയലേഖനം പഠിക്കുമ്പോൾ അതിന്റെ 237 വാക്യത്തിലും ഇതേ കാര്യം അവർ അപ്പീൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓൺ സൺഡേ അവർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ യൂക്കറിസ്റ്റ് ഹാസ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ്. സൺഡേ, ലൈക്ക് ദ ജൂവിഷ് സാബത്ത്, is meant to be a day which heals our relationship with God, with ourselves and with others in the world. അപ്പോൾ ഈ ലോകത്തെ ഒന്നുകൂടി നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും അതുപോലെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെയും ഊഷ്മളമാക്കുന്ന ഒരു ദിവസമാണ് സൺഡേ എന്നുള്ള കാര്യമാണ് ഈ ലെവലാറ്റോ സിയിലൂടെ ഈ പോപ്പ് ഫ്രാൻസിസ് മുമ്പോട്ട് വെക്കുന്ന ഒരു വലിയ സൊല്യൂഷൻ. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് അവർ പറയുന്നത്? ഈ ഭൂമിയിൽ പൊല്യൂഷൻ വളരെയധികം കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പൊല്യൂഷനെ കുറയ്ക്കുവാനായിട്ട് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വിശ്രമിക്കണം, ശബദമായിട്ട് ആചരിക്കണം. അതാണ് അവിടെ പറയുന്നത്. പക്ഷേ ബൈബിൾ പ്രകാരം ശബദം എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ 7ാം ദിവസമായ ശനിയാഴ്ചയാണ്. അപ്പൊ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്യേണ്ട ദിവസം ഏതായിരുന്നു? ബൈബിൾ പ്രകാരമായിരുന്നുവെങ്കിൽ അത് ശനിയാഴ്ച ദിവസമായിരിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണെന്ന് കാണാൻ സാധിക്കും. അത് ബാബിലോണിയൻ ആരാധനയുടെ പിന്തുടർച്ചയായ സൺ വർഷിപ്പിന്റെ പിന്തുടർച്ചയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഈ പേപ്പേഴ്സ് ഈ ഒരു ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ ലോകത്തിന്റെ പൊല്യൂഷനെ 7 കുറയ്ക്കാൻ സാധിക്കും. ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തെ ലോക്ക്ഡൌൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് കൊറോണ കൊണ്ട് നമ്മൾ പലപ്പോഴും ലോക്ക്ഡൌൺ ചെയ്യാറുണ്ട്. അപ്പൊ ലോക്ക്ഡൌൺ ചെയ്തു കഴിഞ്ഞപ്പോൾ പൊല്യൂഷൻ കുറഞ്ഞതായിട്ട് ഇനിയിപ്പോൾ സയൻസ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു ലോക്ക്ഡൌൺ എല്ലാ ഞായറാഴ്ചയും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ പൊല്യൂഷൻ 7 കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള സൊല്യൂഷനാണ് ഇതിന്റെ ഒരു അജണ്ടയായിട്ട് വരുന്നത്. 237 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അജണ്ടയെ ലോകം അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു അജണ്ടയെ ലോകം 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഗ്രീൻ ശാബത്ത് എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റിനെ ക്ലൈമറ്റ് ക്രൈസിസിനെ അതുപോലെ തന്നെ ക്ലൈമറ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഏജൻസികളും, അത് അവരാരും ദൈവവിശ്വാസികളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്, സയൻസും ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഗ്രറ്റ തങ്ബർഗിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളൊക്കെയും അതിലുണ്ട് ഗ്രീൻ ശാബത്ത് എന്ന് പറയുന്ന മൂവ്മെന്റിൽ. അത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും മുമ്പോട്ട് വെക്കുന്ന ലെവലാറ്റോ സിയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യത്തെയാണ്, സൺഡേ ലോക്ക്ഡൌണെയാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അത് മതഭേദമന്യേ, ജാതി ഭേദമന്യേ, രാജ്യഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന, ലെവലാറ്റോ സിയിൽ പറഞ്ഞിരിക്കുന്ന ഈ ആശയത്തെ, അജണ്ടയെ അംഗീകരിക്കുന്ന കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിജു ബ്രദർ, എന്താണ് ഈ ഗ്രീൻ ശാബത്ത്? എന്താണ് ഈ ഗ്രീൻ ശാബത്ത് മൂവ്മെന്റ്? ചുരുക്കമായിട്ട് സംസാരിക്കാമോ? നമ്മൾ കണ്ടു എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യം, അതായത് ക്ലൈമറ്റ് ക്രൈസിസിന് ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? ഒരു 1 day ഓഫ് റെസ്റ്റ്, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ ഒരു ഹീലിംഗ് സംഭവിക്കും ലോകത്തിന് എന്നാണ്. അത് എല്ലാ മതക്കാരും അല്ലെങ്കിൽ എല്ലാ രാജ്യക്കാരും അംഗീകരിക്കാനായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ COP26 നിന്നൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ രജിപത് പറഞ്ഞ പോലെ ഗ്രീൻ സാബത്ത് പ്രോജക്ട് എന്ന ഒരു വെബ്സൈറ്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് ഇങ്ങനെ വായിക്കാനായിട്ട് സാധിക്കും. ഈസ് ദെയർ നത്തിങ് യു ക്യാൻ ഡു അബൌട്ട് ദ എൻവയോൺമെന്റ്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്.
നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും ഈ പ്രകൃതിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലേ എന്നോട് ചോദിക്കുകയാണ്. അതിന്റെ താഴെ എന്റെ ഉത്തരം ഇൻട്രസ്റ്റിംഗ് ആണ്. നത്തിങ് മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. അതായത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ താഴെ പിന്നീട് എഴുതുകയാണ്, വൺ ഡേ എവറി വീക്ക് ഡു നത്തിങ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഒന്നും ചെയ്യരുത്. പിന്നീട് എഴുതുകയാണ്, ടേക്ക് എ വീക്ക്ലി ഡേ ഓഫ് റെസ്റ്റ്, മേക്ക് ഇറ്റ് എ റിയൽ സാബത്ത് ഫോർ യു, ഫോർ എർത്ത്. ഡോണ്ട് ഡ്രൈവ്, ഡോണ്ട് ഷോപ്പ്, ഡോണ്ട് ബിൽഡ്, ടേക്ക് എ walk, eat with friends, play or read with your kids, sing, meditate, celebrate contentment. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു കാര്യമാണല്ലോ അല്ലെ? നമുക്കൊരു നല്ലൊരു ഫാമിലി ടൈം ആയിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു സമയം. ആ ഒരു രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഡേഞ്ചർ എന്താണ്? ദൈവം പറഞ്ഞിരിക്കുന്ന 7-ാം ദിവസ ശബത്തിനെ മാറ്റിയിട്ട്, നമുക്കറിയാം സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാനായിട്ട് എതിർക്രിസ്തു ശ്രമിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു എതിർക്രിസ്തുവിന്റെ ഒരു വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അതില് ഈ ഒരു നിയമത്തെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഇതൊരു ഡേഞ്ചർ ആയിട്ട് മാറുന്നത്. അപ്പോൾ പിന്നീട് അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ താഴെ കുറച്ച് ഭാഗത്തേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദ സാബത്ത് ഈസ് സെഡ് ടു ബി എ ഫോർടേസ്റ്റ് ഓഫ് ദ വേൾഡ് ടു കം. അത് എവിടെ നിന്നാണ് റെഫറൻസ് കൊടുത്തിരിക്കുന്നത്? ബാബിലോണിയൻ ടാൽമുഡ് ബെക്ക്ഹോട്ട് 57b എന്നൊരു ഭാഗത്തു നിന്നാണ്. അതായത് സാബത്ത് ഈസ് സെഡ് ടു ബി എ ഫോർടേസ്റ്റ് ഓഫ് ദ വേൾഡ് ടു കം. ശരിക്കും അതായത് 7-ാം ദിവസ ശബദം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമുക്കറിയാം 7-ാം ദിവസ ശബദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, റീജൂനേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് അല്ലെ? ആ ഒരു ഇന്റിമസിയിൽ മനുഷ്യനും ദൈവമായിട്ട് ഒരുമിച്ച് പോകണം. അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം 7-ാം ദിവസത്തെ വിശദീകരിച്ചത്. അതുകൊണ്ട് നമുക്കറിയാം പുതിയ ആകാശം പുതിയ ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ അവിടെയും ഈ ശബദം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ശബദം ഏതാണ്? അത് 7-ാം ദിവസ ശബദമാണ്. ശബദല്ല, 1-ാം ദിവസത്തെയാണ് ശബദ്, അല്ലെങ്കിൽ ഞായറാഴ്ച ശബദാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഡേഞ്ചറും. ഇപ്പോൾ ഗ്രീൻ സാബത്ത് പ്രോജക്റ്റിൽ കൂടി ഈ ലോകത്തെ മുഴുവനും ഒരുമിച്ച് ഈ ഒരു 7-ാം ദിവസത്തിന് പകരം 1-ാം ദിവസത്തെ ശബദിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് അവരുടെ അജണ്ടകള്, മൃഗത്തിന്റെ അജണ്ടകള് ലോകരാജ്യങ്ങളെ വശീകരിച്ചുകൊണ്ട് തങ്ങളുടെ കയ്യിരിക്കുന്ന ആ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിക്കുന്നത്. ആ ക്രോധമദ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് അവർ കൊണ്ടുവന്ന ഉപദേശങ്ങളാണ് അവിടെ കയ്യിരിക്കുന്ന ക്രോധമദ്യം എന്ന് പറയുന്നത്. വളരെ എവിഡന്റ് ആണ്. ദൈവകൽപ്പനയിലെ 4-ാമത്തെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് അവരുടെ കയ്യിരിക്കുന്ന ക്രോധമദ്യമാണ് ഞായറാഴ്ച ആചാരം എന്ന് പറയുന്നത്. അതിനെ നിയമം മൂലം ലോകമെമ്പാടും അടിച്ചേൽപ്പിക്കുവാനായിട്ട് പേപ്പസി ഇതിലൂടെ ശ്രമിക്കുന്നു എന്നുള്ള നഗ്ന സത്യം നിങ്ങളുടെ മുമ്പാകെ തുറന്നു വെക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇനി ഇതിന്റെ കൺക്ലൂഷനിലേക്ക് പോകാം. പ്രവചനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിലെ നേതാക്കളെല്ലാം തന്നെ ഒരു പുതിയ ലോകക്രമത്തിലേക്ക് വരുവാൻ വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം പ്രത്യേകിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ബാബേലിന്റെ സംഭവമാണ്. നമുക്കറിയാം ജലപ്രളയത്തിന് ശേഷം ഒരു നേതാവിന്റെ കുടക്കീഴിൽ ലോകം മുഴുവനും ഒരുമിച്ച് കൂടി വരികയും ഇനി ദൈവം ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു പ്രതിവിധി എന്നോണം നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് കൂടി ആലോചിച്ച് ബാബേൽ ഗോപുരത്തെ ഉണ്ടാക്കുന്ന സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു നേതാവിന്റെ കീഴിൽ അവരൊരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അത് ദൈവത്തിന്റെ ഇംഗിതത്തിന് വിരുദ്ധമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. ദൈവം അവരുടെ ഭാഷയെ കലക്കി കളഞ്ഞു, അവർ ഛിന്നഭിന്നമായി പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഒരു പുതിയ ലോകത്തിനായിട്ട്, ഒരു പുതിയ സൊല്യൂഷനായിട്ട് ലോകരാജ്യങ്ങൾ ഒരു നേതാവിന്റെ കീഴിൽ ഒരുമിച്ച് കൂടി വരികയാണ്. എന്നാൽ പ്രവചനങ്ങൾ ഇതിന്റെ അന്ത്യം എന്താകുമെന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഒരു പുതിയ ലോകത്തെ വാർത്തെടുക്കുവാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ ഈ ഭൂമി അഗ്നിക്കായിട്ട് ശുദ്ധീകരണത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നുവെന്ന് തിരുവചനം അടിയുറപ്പിച്ച് നമ്മളോട് എടുത്തു പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിന് എതിരായിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫോക്കസ് ഇനി വരുവാനിരിക്കുന്ന ആ വലിയൊരു ഗ്ലോറിയസ് മൂവ്മെന്റിലേക്ക് ആയിരിക്കണം എന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു വേഗം വരുവാനായിട്ട് പോകുന്നു. അതിനു മുമ്പായിട്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ കർത്താവിന്റെ വരവ് നമ്മുടെ ഇറ്റ് ഈസ് അറ്റ് അവർ ഡോസ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനേകം പേര്
ദൈവത്തിന്റെ സത്യത്തിലേക്ക് വരുവാനായിട്ടുണ്ട്. അവരെയും നമുക്ക് കൈപിടിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കാം. ഈ സന്ദർഭങ്ങൾ വളരെ അമൂല്യമാണ്. ഈ വാക്കുകൾ നിങ്ങൾക്ക് ശ്രവിക്കുക മാത്രമല്ല, അത് ബെരോവയിലെ വിശ്വാസികളെ പോലെ അത് എത്രമാത്രം ശരിയാണെന്ന് തിരുവചനത്തിലൂടെ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പുതുക്കാം. അതിനുവേണ്ടി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങൾ ഏറ്റവും അതിവാത്സ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, അല്പസമയം അങ്ങയുടെ വചനത്തിൽ നിന്നും കർത്താവെ കറണ്ട് ഇവന്റ്സിൽ നിന്നും ഞങ്ങൾക്ക് പ്രവചനങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ച കൃപയ്ക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. കർത്താവ്, ഈ അമൂല്യ പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് അങ്ങനെ തന്നെ വിട്ടിട്ട് പോവുകയല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കുവാനായിട്ട് ഞങ്ങൾ സഹായിക്കുമാറണമേ. അനേകം പേര് ഈ സത്യങ്ങൾ അറിയാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്ക് ശബ്ദമുയർത്തുവാനായിട്ട് അങ്ങ് അനുവദിച്ചിരിക്കുന്ന ഈ കൃപയ്ക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളെ പുതുക്കുവാനും കർത്താവെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനും സഹായിക്കുമാറണമേ. കർത്താവെ, ഞങ്ങൾക്ക് അധികം സമയമില്ലാതെ ഞങ്ങൾ അറിയുന്നു. അതിനായിട്ട് ഞങ്ങളുടെ ഈ വലിയൊരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ ഞങ്ങളുടെ ഓരോ ഹൃദയത്തിനും പരിവർത്തനം ഉണ്ടാക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കുമാറണമേ. ഞങ്ങൾ ചോദിച്ച ചുരുക്കമാണെങ്കിലും അനുബന്ധങ്ങൾ കൊണ്ട് ഇറക്കണമെന്ന് കർത്താവെ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ പിതാവേ, ആമേൻ.